പ്രിയമുള്ളവരെ, ഇന്ന് 2026 ഫെബ്രുവരി 14 രണ്ടാം ശനി. മറ്റം നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിലെ ഏകദിന ശുശ്രൂഷ, ജപമാല, സ്തുതി ആരാധന, വിശുദ്ധ കുർബാന, നേർച്ച ഭക്ഷണം, മരിയൻ പ്രഭാഷണം, ദിവ്യകാരുണ്യ ആരാധന. ഇന്നത്തെ പ്രത്യേക നിയോഗം യുവജനങ്ങൾക്കു വേണ്ടി. നയിക്കുന്നത് റവറൻഡ് സിസ്റ്റർ ഡോക്ടർ കാർമൽ CMC ആൻഡ് കാർമൽ റൂഹ ടീം. ഏവരെയും മറ്റം നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മുഴുവൻ ശുശ്രൂഷകളിലും പങ്കെടുത്ത് മാതാവിൻ്റെ മാധ്യസ്ഥം യാചിക്കാൻ, നിത്യസഹായ മാതാവിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ ഏവരെയും ഒരിക്കൽ കൂടി മറ്റം നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഠിനക്കാരെ പോലെ നിർമ്മിക്കുകയും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. ഈ വചനം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് എല്ലാവർക്കും എഴുതേണ്ടതില്ല. ഈ ആരാധനയോട് ഈശോയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് നടക്കാനിരിക്കുന്ന ശുശ്രൂഷകളേക്ക് പരിപൂർണമായിട്ട് ഈശോയുടെ സന്നിധിയിലേക്ക് കൊടുക്കാം. നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനായിട്ട് കടന്നു വരുന്ന നാട്ടസിസ്റ്ററിനെയും അവരോടൊപ്പം കടന്നു വരുന്ന മറ്റു സഹോദരങ്ങളെയും ഒക്കെ നമുക്ക് ഈശോയുടെ കടന്നിലേക്ക് കൊടുക്കാം. ഈ ജപമാല കഴിയുമ്പോൾ തന്നെ ക്ലാസ് ആരംഭിക്കും. ക്ലാസ് നയിക്കുന്ന ജോസഫ് സഹോദരന് വേണ്ടി നമുക്ക് അദ്ദേഹം പ്രാർത്ഥിക്കാം. ഇന്നത്തെ കടന്നു വരുന്നവർക്ക് മക്കളെ ഈശോയുടെ കടന്നിലേക്ക് കൊടുക്കാം. പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളെ ഈശോയുടെ കടന്നിലേക്ക് കൊടുക്കാം. നമ്മുടെ ഇടവകയിലുള്ള കുടുംബങ്ങളായിട്ട് ജീവിക്കുന്നവർക്കൊക്കെ ധ്യാന വിഷയമാക്കേണ്ട ഒരു വചനമാണ് പ്രഭാഷകൻ 27:3. കുടുംബമായി ജീവിക്കുന്നവരൊക്കെ ധ്യാന വിഷയമാക്കേണ്ട ഒരു തിരുവചനമാണ് പ്രഭാഷകൻ 27:3. അപ്പോഴത്തെ 7 മക്കളുടെ ഏറ്റവും 6ാമത്തെ ആളുണ്ടെങ്കിൽ കന്യാസ്ത്രീ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏപ്രിൽ 21 ഞാൻ ആരോട് പറഞ്ഞില്ല. ആദ്യമായിട്ട് മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. എൻ്റെ ക്ലാസ്സൊക്കെ കണ്ടിട്ടുള്ള കൂടി ഇരിക്കുന്നുണ്ട്. ഈ വക കാര്യങ്ങളൊന്നും ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടാവില്ല. ഒരു വൈകാരിക ബന്ധമുണ്ട്. അപ്പോൾ ഏപ്രിൽ 21 അവൾക്ക് കൊടുപ്പ് കിട്ടുകയാണ്. അതിൻ്റെയൊക്കെ പുറകില് എൻ്റെ അപ്പൻ്റെ പ്രാർത്ഥന. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദൈവഭക്തിയിലെ ദൃഢത. എനിക്കൊക്കെ ചെറുപ്പത്തിൽ പ്രാർത്ഥനയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 30, 30, 32, 33 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി എന്നെ കറക്കി തിരിച്ച് ചില സഹനങ്ങളിലൂടെ കൊണ്ടുവരുന്നത്. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് ചിലപ്പോൾ ഈ പ്രാർത്ഥനയുടെ ഗുണം ചിലപ്പോൾ വീട്ടിൽ കണ്ടിട്ടാണ് വരും. നമ്മുടെ വീടുകളിൽ നിങ്ങൾ ചില പല സഹോദരന്മാരും വീടുകളിൽ ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം പ്രാർത്ഥിച്ചിട്ടും മക്കളൊന്നും ഒരു വിശ്വാസത്തിൽ വരുന്നില്ല എന്നുള്ള വേദന ഉണ്ടാവും. കൈവൊക്കെ പറഞ്ഞ എല്ലാവരും കൈവക്കുന്നുണ്ട്. നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബാംഗങ്ങള് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എത്ര പ്രാർത്ഥിച്ചിട്ട്
ഞങ്ങളുടെ വേദനകൾ, ദുരിതങ്ങൾ, തകർച്ചകൾ ഒന്നും ഉണ്ടാകുന്നില്ല, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്നുള്ള വേദന നമുക്കുണ്ടാവും. അങ്ങനെ വേദനയുള്ളവര് ആഗ്രഹിക്കണം, കാത്തിരിക്കണം, വൈകാതെ അവരെ പിടിക്കുന്നത്. വൈകാതെ നമ്മുടെ ഇന്നത്തെ തലമുറയിലെ മാതാപിതാക്കളൊക്കെ ഏറ്റവും വലിയ വേദന നമ്മുടെ മക്കൾക്ക് വിശ്വാസം നഷ്ടപ്പെടുകയാണ്. നമ്മുടെ മക്കൾക്ക് വിശ്വാസമില്ല, നമ്മുടെ മക്കളുടെ വിശ്വാസം ക്ഷയിച്ചു പോവുകയാണ്. അതുകൊണ്ട് മക്കളുടെ വിശ്വാസ രാഹിത്യം ഓർത്ത് നിങ്ങൾ വീണ്ടും കരയുകയാണ്. നിങ്ങൾ ആരും ഭയപ്പെടണ്ട. നിങ്ങൾ ദൈവഭക്തിയും ദൃഢതയും തീക്ഷ്ണതയും അതുപോലെ ഒരു ഭവനമാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ മക്കളെ വിശ്വാസത്തിലേക്ക് ദൈവം ആനയിച്ചുകൊണ്ട് വിശ്വസിക്കുന്നവർ കരയെന്ന് പറയുന്നത് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ വെളുപ്പക്കാലത്ത് ആലോചിക്കാൻ ചിന്തിക്കുന്നു പറഞ്ഞാൽ കാണുന്ന കാഴ്ച, അപ്പൻ അവിടെ നിന്നിട്ട് അമ്മ വളരെ ചെറുപ്പത്തിലെ രോഗിയായി. അപ്പൊ അപ്പൻ പുസ്തകം നിർത്തി പിടിച്ചിട്ട് പഴയ പുസ്തകമാണ്, ഞാനത് നിധി പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആ പുസ്തകം. അതിങ്ങനെ തുറന്ന് പിടിച്ചിട്ട് ഇരുന്നിട്ട് പ്രാർത്ഥിക്കുക, കരയുക, ആരും കാണാനല്ല, ഇരുന്ന് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മള് ഇവിടെ ശ്രദ്ധിക്കും, അവിടെ കാര്യങ്ങളൊക്കെ പുറത്ത് പോകട്ടെ, ഇവിടെ ശ്രദ്ധിക്കും. അപ്പൊ പുസ്തകത്തെ നിർത്തിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക, കരയുക, ആരും കാണാനല്ല. ഞാൻ കുറച്ച് കഴിഞ്ഞ കിടന്നു. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ച ഒരു അപ്പനുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മളായിട്ട് ഈ സ്ഥാനത്ത് നമ്മൾ നിൽക്കണം. നമ്മൾ കുടുംബത്തില് നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി മാറണം. അപ്പൊ നമുക്ക് തോന്നുന്നു നമ്മുടെ മക്കള് മാനസാന്തരപ്പെട്ടിട്ടില്ലല്ലോ, നമ്മുടെ മക്കൾക്ക് വിശ്വാസമില്ലല്ലോ, നമ്മുടെ മക്കള് പള്ളി വരുന്നില്ലല്ലോ, നമ്മുടെ മക്കൾ കുടുംബ പ്രാർത്ഥന വീട്ടിൽ ഇറങ്ങിപ്പോകണല്ലോ, നമ്മുടെ ജീവിത പങ്കാളി കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വീട്ടിൽ കയറി വരുന്നുള്ളൂ. അതൊന്നും നമ്മൾ ഓർത്ത് വേദനിക്കണ്ട, വിഷമിക്കണ്ട. നമ്മളൊരൊറ്റ കാര്യത്തിൽ ദൃഢത കാണിച്ചാൽ മതി. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും കാണിച്ചാൽ നിന്റെ ഭവനം നശിക്കാതെ ദൈവം നിലനിർത്തി തരും. വിശ്വസിക്കുന്നു പറയട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം പറയാം. ഇതൊരു പരിശുദ്ധ തീർത്ഥാടന കേന്ദ്രമാണ്. ജപമാല പ്രാർത്ഥന ഇതെന്ന ആദ്യം സഭയിൽ പറയാൻ പറ്റില്ല. ഈ ഭൂമിത്ത് ആദ്യമായി ജപമാല പ്രാർത്ഥന എന്നാണ് ഉണ്ടായെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ പോയി ഇതുപോലെ ഉണ്ടാവും. ശനിയാഴ്ച ഇതുപോലെ ജപമാലയുടെ ക്ലാസ് മാതാവിന്റെ ക്ലാസ്സിൽ നമ്മൾ കേട്ടവരായിരിക്കും. അതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുണ്ടായിരിക്കും എന്നാണ് ജപമാല ഈ ഭൂമിത്ത് ആദ്യം ചൊല്ലിയതെന്ന് വല്ല ഇങ്ങനെയുണ്ടോ ചോദിക്കുന്നത്. ആദ്യത്തെ കുടുംബത്തിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനല്ല. ജപമാല പ്രാർത്ഥന ഏത് കാലഘട്ടത്തിലാണ്? കൊല്ലം വർഷം എന്ന് പറയുന്നത് കാലഘട്ടം ആണെന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾ ചിലപ്പോൾ നേരത്തെ കേട്ടിട്ടുണ്ടാവാം. അല്ല, അത് ഫാത്തിമയിലാണ്. അത് അവലോകയാണ്. അത് വേറെ. അതിനു മുമ്പ് തന്നെ ജപമാല രഹസ്യങ്ങൾ പരിശുദ്ധയമ്മ ഡൊമിനിക് വഴി 1214 കൊടുത്തു. 1214 ഇന്ന് കാണുന്ന ജപമാല രഹസ്യങ്ങളുടെ പ്രസംഗമായി മറിയം മലയുടെ മോളിൽ കുത്തുകുത്തി പ്രാർത്ഥിച്ചെന്ന ഡൊമിനിക്കിന് കൊടുത്തു. അത് 1214. അതിന് മുമ്പ് ഈ ജപമാല ചൊല്ലിയിട്ടുണ്ടോ? അതിനുശേഷമാണ് ഇന്ന് കാണുന്ന ജപമാല ഇങ്ങനെ ജപമാല സഹോദര സംഘങ്ങളും ഒക്കെ ഉണ്ടായി ഇത്രയും ഡെവലപ്പ് ചെയ്തത്. പിന്നെ 9ാം ഭീഷ്മാർപ്പാപ്പയും 9ാം ഭീഷ്മാർപ്പാപ്പയും ഒക്കെ പരിശുദ്ധമ്മയെ കുറിച്ച് ജപമാലയെ കുറിച്ച് ഒരുപാട് വിശ്വാസ സത്യങ്ങൾ സഭയിലുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതൊന്നുമല്ല, ടെക്നിക്കൽ കാര്യങ്ങളല്ല. ആദ്യമായിട്ട് ജപമാല ഞങ്ങളുടെ കോളേജിൽ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർണാടക മിനിസ്ട്രിയുടെ കമ്മിറ്റി ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. ഏതാനും പ്രേക്ഷിതരാണ് വന്നിട്ടുള്ളത്. നമ്മൾ ആദ്യം തന്നെ ഇവിടെ നമ്മുടെ വചന പ്രഘോഷണം ചെന്നാലും പരിശുദ്ധാത്മാവ് പറഞ്ഞ 2 പ്രദക്ഷിണമാണ്. ഒന്ന് കുരിശിന്റെ പ്രദക്ഷിണം, ഒന്ന് പരിശുദ്ധാത്മയുടെ പ്രദക്ഷിണം. അതുകൊണ്ട് തന്നെ നമ്മളെ ക്ലാസ് ആരംഭിച്ചുവെങ്കിലും അത് കഴിഞ്ഞ് നമ്മളെല്ലാം സ്തുതിപ്പോട് കൂടിയാണ് എപ്പോഴും എല്ലാവർക്കും ചെയ്യാറ്. അപ്പൊ നമുക്കത് എഴുന്നേറ്റിരിക്കാം. എല്ലാവരും കൈ കൂപ്പി എഴുന്നേറ്റിരിക്കുന്നു, ഭക്തിയോടെ. അത് കഴിയുമ്പോൾ പ്രഘോഷണം ഇവിടെ തുടരുന്നതാണ്. എല്ലാവരും കൈ കൂപ്പുന്നു. നമ്മുടെ മറ്റു ഭവന മുഴുവൻ ദേശം മുഴുവനും പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യം, മാതൃസ്നേഹം, വാത്സല്യം കവിഞ്ഞ് ഒഴുകട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയാണ് നമ്മൾ ഈ ധ്യാനത്തിലേക്ക് ആരംഭിക്കാൻ പ്രവേശിക്കുന്നത്. Terima kasih.
ആവേ മരിയ അതുപോലെ ലോകത്തിലുള്ള ഫാത്തിമയുടെ അടുത്തുണ്ട് പരിശുദ്ധ പ്രത്യക്ഷപ്പെടുന്ന വേളകളിൽ നമുക്കറിയാവുന്ന അപ്പൊ അതിന്റെ ഒരു പ്രദർശനമാണ് നമ്മളിവിടെ കണ്ടത്. യാത്രയിൽ ലേറ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇത് ആദ്യമാണ് കണ്ടത്. അവരുടെ യാത്രയിലെ ചില തടസ്സങ്ങളുണ്ടായതുകൊണ്ടാണ് നമ്മൾ ലേറ്റ്. ഓക്കെ, അപ്പൊ മാതാവിന്റെ പ്രദക്ഷിണം വിശുദ്ധ പ്രദക്ഷിണം നമ്മൾ അനുഭവിച്ച് ഒരു വിടുതലും ഫ്രീ ആവും, നമ്മുടെ മനസ്സൊക്കെ ഫ്രീ ആവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് അല്ലെങ്കിൽ വരെയാണ് ഇവിടെ 1:14 വചനം പറയുന്നത്. അപ്പോസ്തലപ്രവർത്തനം 1:14 ഇവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവരുടെ സഹോദരങ്ങളോടുമൊപ്പം പ്രാർത്ഥനയിൽ കുളിക്കുകയും അവർ അന്ന് ചൊല്ലിയിരുന്ന പ്രാർത്ഥന എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടുമൊപ്പം പ്രാർത്ഥനയിൽ കുളിക്കുകയും. എങ്ങനെയാണ് അവർ പ്രാർത്ഥനയിൽ കുളിക്കുന്നത്? നമ്മൾ കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോ 5-6 എത്ര മനസ്സോടെ ചെല്ലുക, കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോൾ എത്ര മനസ്സോടെ ചെല്ലുക? ഏക മനസ്സോടെയാണെന്ന് പറയാൻ ധൈര്യമുണ്ടോ? എനിക്കില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവും, മാതാവിന്റെ മക്കളാണ്. അപ്പൊ കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോ നമ്മള് വിശുദ്ധ കുർബാനയുടെ അത്ര വരില്ലെങ്കിലും തൊട്ട് ചുവട വരുന്ന അത്ഭുതമാണ് ജപമാല പ്രാർത്ഥന. വിശുദ്ധ കുർബാനയോട് വരില്ലെങ്കിലും വിശുദ്ധ കുർബാന ദിവ്യരഹസ്യങ്ങളുടെ ആഘോഷമാണെങ്കിൽ പരിശുദ്ധ ജപമാല ദിവ്യരഹസ്യങ്ങളുടെ ധ്യാനമാണ്. രണ്ടും അവിടെ ചെറിയ വ്യത്യാസമുണ്ട്. അവിടെ രക്ഷകന്റെ ശരീരവും രക്തവും മാലാഖമാർക്ക് കിട്ടാത്ത അനുഗ്രഹം വിശ്വാസികളായി നമുക്ക് മാമോദീസം സ്വീകരിച്ചവർക്ക് അതികുർബാന സ്വീകരിച്ചവർക്ക് രക്ഷകന്റെ ശരീരവും രക്തവും അവിടെ മുറിച്ച് നമുക്ക് തരുന്നത് വലിയ വിരുന്നുമാണ് കുർബാന. അത് ദിവ്യ രഹസ്യങ്ങളുടെ ആഘോഷമാണ്. കുർബാന ദിവ്യ രഹസ്യങ്ങളുടെ ധ്യാനമാണ്. ഏകദേശം തൊട്ട് ചോട നിൽക്കും കുർബാനയോട് വരില്ലെങ്കിലും തൊട്ട് ചോട നിൽക്കുന്ന അത്ഭുതമാണ് കുർബാനയെ. നിങ്ങൾക്കത് അറിയുന്നറിയില്ല, ഒരു പ്രാർത്ഥനയുണ്ട്, 4-ാം പ്രണാമജപത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥന കേട്ടിട്ടുണ്ടോ?
ഈശോയുടെ ശരീരമായ രക്തമാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് 7 അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ ചെല്ലുന്ന 4 പ്രണാമജപാണ്. പല കുർബാനയും വേഗം തീരാൻ വേണ്ടി വിശ്വാസികളുടെ പ്രശ്നം കാരണം വൈദികന്മാർ, പല വൈദികരും വികാരിയച്ഛന്മാരും കുർബാന ചെല്ലുമ്പോൾ ഈ 4ാമത്തെ പ്രണാമജപം സ്കിപ്പ് ചെയ്യും. അതിൽ നീണ്ട പ്രാർത്ഥന, അതിലൊരു ഭൂരിമായി തൊഴിലാളികളോട് ചെല്ലിയത് ജീവിതത്തിൽ കുർബാനയ്ക്ക് സ്പർശിച്ച വാക്കാണ്. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് എന്താ വേണ്ടത്? എന്താ വേണ്ടത്? ശാന്തിയും സമാധാനവും നമുക്ക് വേണം. വേണ്ടേ? വേണം. ആർക്കും വേണ്ടപ്പെടുന്നോ? എല്ലാവർക്കും വേണം. ഒക്കെ തരുന്നൊരു പ്രാർത്ഥനയാണ്. അപ്പോ കുർബാന അതന്നെയാണ് ജപമാല. അതേ ശാന്തിയും സമാധാനം കിട്ടുന്ന പ്രാർത്ഥനയാണ് ജപമാല. എങ്ങനെ ചെല്ലണമെന്ന് മാത്രം ഇവർ ഏകമനസ്സോടെ മറ്റു സ്ത്രീകളോടൊപ്പം എങ്ങനെ പ്രാർത്ഥനകൾ സഹോദരനോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. എങ്ങനെ ഏകമനസ്സോടെ. അപ്പോ ഞാൻ എന്റെ ചോദ്യത്തിലേക്ക് വരികയാണ്. ഈ പ്രപഞ്ചത്തിലെ ആദ്യം ജപമാല ചൊല്ലിയത് ആരാണ്, എവിടെയാണ്, എപ്പോഴാണെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റും? ആരാണ്, എവിടെയാണ്, എപ്പോഴാണ്? ജപമാല എന്ന് പറഞ്ഞാൽ എന്താ? സ്വർഗ്ഗസ്ഥനായ പിതാവേ പ്രാർത്ഥന പിന്നെ പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിനെ സ്തുതിപ്പാണ്. അപ്പൊ 10 പ്രാവശ്യം നന്മ, 10 പ്രാവശ്യം ദർശനം പറയുന്നത് ഇങ്ങനെയുള്ള ദർശനങ്ങളുള്ള പ്രാർത്ഥനയല്ലേ ജപമാല? അല്ലേ? അല്ല. ഈ പ്രാർത്ഥന ആദ്യമായി ഈ ഭൂമുഖത്ത് ചെല്ലിയത് ആര്? ഏത് കുടുംബമാണ് ചെല്ലിയത്? ആരൊക്കെ ചേർന്നാണ് ചെല്ലിയത്? എപ്പോൾ വെച്ചാ ചെല്ലിയത്? എവിടെ വെച്ചാ ചെല്ലിയത്? ഇത് ചൊല്ലിയപ്പോ എന്താ സംഭവിച്ചു? ഇതാണ് ക്രിസ്ത്യാനി വിശ്വാസികൾ അറിയേണ്ട രഹസ്യം. ആർക്കൊക്കെ സഹായിക്കാറുണ്ട്. ഇത് ചൊല്ലിയപ്പോ, ആദ്യമായി ജപമാല ചൊല്ലിയപ്പോ ഉണ്ടായ ഭൂമുഖത്തുണ്ടായ അനുഭവം എന്താണ്? അല്ല, എലിസബത്തിനൊന്നും ജപമാല ചെല്ലിയിട്ടില്ല. എലിസബത്തിന്റെ ഉദരത്തിലെ കുഞ്ഞ് ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമെന്ന് അറിയിപ്പുണ്ടായിരുന്നു, അകപ്പാടുണ്ടായിരുന്നു. എലിസബത്തിന്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞ് ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് അറിയപ്പെടുമെന്ന് പ്രവചനം ഉണ്ടായിരുന്നു. ആ പ്രവചനം നടന്നോ? മറിയം അവിടെ ചെന്നപ്പോ ആരാ ചാടിയത്? അതെ അതെ, സ്നാപക യോഗനാണ് ചാടിയത്. എല്ലും ദൂരായി എലിസബത്ത് പൊന്തിയില്ല. ഉദരത്തിൽ കിടക്കുന്ന സ്നാപക യോഗനെ ചാടിയപ്പോ എലിസബത്ത് പൊന്തി. എലിസബത്ത് എന്താ കണ്ണു നിൽക്കാൻ വയ്യ. പണ്ടേ ദുർബല, ഇപ്പൊ ദുർബല. എല്ലും ദൂരമായ ഒരു അമ്മാമ ഗർഭിണിയായ എന്റെ ചാടാൻ പറ്റുന്നു, മുട്ടുവേദന, ചെല്ലിക്കുട്ട്, അരക്കെട്ട് വേദനയൊക്കെ നിൽക്കുന്ന ഒരു എലിസബത്താണ്. അതിന്റെ ഉള്ളിലെ യോഹനാണ്, സ്നാവയോഹനാണ് ചാടിയത്. ചാടിയപ്പോ എലിസബത്ത് പൊന്തിയത്. അപ്പോഴാണ് എലിസബത്ത് ഉള്ളിലുള്ള യോഹന്നാനിൽ പരിശുദ്ധാത്മാവ് നോക്കിയപ്പോൾ എലിസബത്തിന്റെ വഴയിലുള്ള ഒരു ഡയലോഗ് വന്നു: എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക്. ചേച്ചിയുടെ മോണാണ് വന്നത്, പക്ഷെ കർത്താവിന്റെ അമ്മ എലിസബത്ത് പറയുക. ഉള്ളിലുള്ളവരെ ആരെ കിട്ടി? പരിശുദ്ധാത്മാവ് കിട്ടി. ജപമാല ഏകമനസ്സോടെ ചെല്ലുമ്പോ ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തികളിലും ഭവനത്തിനുള്ളിലും നിറയും. പെട്ടെന്ന് മക്കളൊന്നും മാനസാന്തരപ്പെട്ടെന്ന് വരില്ല, അല്ലെങ്കിൽ ഭർത്താവ് മാനസാന്തരപ്പെട്ടെന്ന് വരില്ല, നമ്മുടെ ദുരിതങ്ങൾക്ക് വണ്ടി കിട്ടിയെന്ന് വരണമെന്നില്ല. പക്ഷെ യഥാർത്ഥ ജാഗ്രതയോടെ ഏകമനസ്സോടെ തുടർന്നാൽ ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റൊന്ന് അത്ഭുതം സംഭവിച്ചിരിക്കും. വിശ്വസിക്കുന്ന കരമേറി പ്രഭാഷകൻ 27:3 വചനം പറഞ്ഞ് ഒരു വചനം പഠിച്ചു. ദൈവോദ്ധിയും ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിലേക്ക് നശിക്കും. അപ്പോൾ ദൈവോദ്ധിയും ദൃഢതയും തീക്ഷ്ണതയും ഉള്ളവന്റെ ഭവനമോ അനുഗ്രഹം പ്രാപിക്കണം. അനുഗ്രഹം പ്രാപിക്കണം. ഓക്കെ ഓക്കെ. ദൈവോദ്ധിയും ദൃഢതയും തീക്ഷ്ണതയും ഉള്ളവന്റെ ഭവനം അതിവേഗം അനുഗ്രഹം പ്രാപിക്കും. നമ്മൾ ഉദ്ദേശിച്ച സ്പീഡ് ചിലപ്പോൾ കാണണമെന്നില്ല, പക്ഷെ വൈകാതെ അത് മാത്രമേ കിട്ടിയുള്ളൂ. കുറച്ച് വിവരക്കുറവുകൊണ്ടാണ് ചെറുപ്പക്കാരനായിരുന്നു അങ്ങനെ കൊടുക്കുന്നത്. ബാക്കി വിവരം പോകുന്നവരൊക്കെ പോയി. നമ്മുടെ ആൾക്കാരെ പോലെ എല്ലാവരും പോയി. അവര് 4 പാട് ഓടി ചിലർ ഡിഗ്രി ചെയ്യാൻ പോയി, ചുങ്കം പിരിക്കാൻ പോയി, അങ്ങനെ പല രീതിയിലും ബാക്കി ശിശുമാരൊക്കെ പോയി. ഒരു നടന്നേ ചത്തു പോയി. ഇനി 11 പേരെ ഉള്ളൂ. അങ്ങനെ ഇവരൊക്കെ 11 പേര് 10 പേര് പോയി. ഒരാൾ യോഹന്നാനെ കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോ മറിയം യോഹന്നാനോട് പറഞ്ഞു: മോനെ, നമുക്ക് ആ ശിശുമാരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് നമുക്ക് സജീവം മാളികയിൽ നിന്നിട്ട് പ്രാർത്ഥിക്കണം. നമുക്കൊന്ന് വിളിച്ചു കൊടുക്കാം. അപ്പൊ യോഹന്നാനെ ശരിയാണെന്ന് തോന്നി. മറിയെ ശ്രദ്ധിച്ച് കേൾക്കണം. മറിയെ യോഹന്നാനെ വിളിച്ച്
എല്ലാവരും കൊണ്ടുപോയി ആദ്യം പത്രോസിനെ കൊണ്ടുപോയി പിടിച്ചിട്ട് സഹ്യമായി കൊണ്ടിരുത്തി. ഇവിടെ കൊണ്ടിരുത്തി ഇതൊരു കഥ പോലെ കേൾക്കട്ടോ. പത്രോസിനെ കൊണ്ടിരുത്തി. ഇതെന്നാണ് ഈ പണി തുടങ്ങുന്നത്? ഈ മറിയം ഈ ജോലി തുടങ്ങിയതെന്നാ? ഈ സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം ഉത്തരം 4 ദിവസം വരെ നടന്നു. എന്നിട്ട് സ്വർഗാരോഹണം ചെയ്തിട്ട് ഒന്നാം ദിവസം പരിശുദ്ധ യോഹന്നാൻ കൂടി ചിതറിപ്പോയ ശിഷ്യന്മാരെ വിളിച്ചു കൊണ്ടുവന്ന് ഓരോരുത്തരെയും കൊണ്ടുവന്നു. യാക്കോബിന്റെ അനിയനാണ് യോഹന്നാൻ കൊണ്ട് ചേട്ടനെ കയറി വിളിച്ചു കൊണ്ടുവന്നു. ചേട്ടനെ കൊണ്ടുവരുത്തി. പത്രോസിനെ കൊണ്ടുവന്നു. പത്രോസിനെ കൊണ്ടുവന്നു. എവിടെ കൊണ്ടിരുത്താണ്? ശ്രദ്ധിച്ച് കേൾക്കണം. കൊണ്ടിരുത്താണ്. ഇവിടെ മുമ്പ് എന്താ സംഭവിച്ചത്? സെയിം പണിയിൽ മുമ്പ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? വിശുദ്ധ കുർബാന സ്ഥാപിച്ച് പൗരോഹിത്യം സ്ഥാപിച്ച് വിശുദ്ധ കുർബാന സ്ഥാപിച്ച് അതേ മാളികയിലാണ്, പഴയ കെട്ടിലാണ് ഇടിഞ്ഞു വീഴാനായി. അതിലേക്കാണ് യോഹന്നാനും മറിയവും കൂടി ശിഷ്യന്മാരെ ഓരോരുത്തരെ കൊണ്ടുനിർത്തിയത്. അങ്ങനെ ദയവായി ഒന്നാമത്തെ ദിവസം ഈശോ സ്വർഗ്ഗത്തിലേക്ക് പോയ ഒന്നാമത്തെ ദിവസം ഇവരെ കൊണ്ടുനിർത്തി. എന്നിട്ട് ബാക്കി ശിഷ്യന്മാരെ വിളിക്കാൻ ഓടി. അങ്ങനെ പോയപ്പോ പത്രോസ് വീണ്ടും മുങ്ങി. ഇത് നിങ്ങൾ എന്നോട് കണ്ടിട്ടുണ്ടെന്ന് ചോദിക്കരുത്. പത്രോസ് വീണ്ടും മുങ്ങി. അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഈ 11 മറിയവും യോഹന്നാനും 10 ഈ ശിഷ്യന്മാരെ കൊണ്ടിരുത്തി. അവ ഈ മറിയത്തെ സഹായിക്കാൻ കുറച്ച് സ്ത്രീകളുണ്ട്. മഗ്ദലമറിയം, സലോമിയും കുറെ സ്ത്രീകൾ ബൈബിളിൽ കാണാറല്ലേ? അങ്ങനെ കുറെ സ്ത്രീകളൊക്കെ കൂടിയിട്ട് ഇവരെല്ലാവരും ചേർന്നിട്ട് ഇവിടെ ഇതിന്റെ പ്രാർത്ഥന തുടങ്ങണം. ആ വിവരമാണ് ഇവിടെ പറഞ്ഞത്. ഇവർ ഏകമനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരനോടും. ആരാണ് ഈ സഹോദരങ്ങൾ? ഇവിടെ ആരാണ് സഹോദരങ്ങൾ? ശിഷ്യന്മാർ. യേശുവിന്റെ ശിഷ്യന്മാരെയാണ് ഈ സഹോദരനോട് പറയുന്നത്. അങ്ങനെ സഹോദരനോടൊപ്പം പ്രാർത്ഥനയിൽ ഒഴുകിയിരുന്നു. പത്രോസിന് കണ്ടീഷനായിരുന്നു, എനിക്ക് പേടിയിട്ട് വയ്യ. തങ്ങളെ ഗുരുനാഥനെ കൊന്ന പടയാളികൾ കുന്തവും അതുപോലെ ആയുധങ്ങളുമായി ഇവയൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ യേശുവിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് അവരെ ഞങ്ങളെ കൊല്ലും. അപ്പൊ മറിയത്തോട് പറയും, മറിയത്തിന് പേടിയില്ല. മറിയത്തിന് പരിശുദ്ധാത്മാവ് പറഞ്ഞതുകൊണ്ട് പേടിയില്ല. അല്പസമയം 2 കരങ്ങളും ശിരസിലേക്ക് വെക്കുന്നു. എല്ലാവരും 2 കരങ്ങൾ ശിരസിലേക്ക് വെക്കുന്നു. കണ്ണുകൾ അടയ്ക്കുന്നു. ഒരു നിമിഷം നമ്മൾ ശാന്തമാകും. ശാന്തമാവുക. ഞാൻ ദൈവമാണ് പറയുക. നീ ശാന്തമായി ഇരുന്നാൽ മതി. ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളു. പുറപ്പാട് 14:14. ലൂക്ക 1:35. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ലൂക്ക 1:37. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഉൽപ്പത്തി 1. ആദിയിൽ ദൈവം ആകാശം ഭൂമിയെ സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യമായിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ചലിക്കുന്ന ആത്മാവ് ചലിപ്പിച്ചാൽ അവനെ ഇങ്ങനെ മനം പോലെ നീക്കാൻ പറ്റില്ല. അവൻ പുഴ പോലെ ഒഴുകിക്കൊണ്ടേയിരിക്കും.
ചലിപ്പിക്കുന്ന ആത്മാവ്. പരിശുദ്ധാത്മാവിന്റെ വചനം കേട്ടപ്പോഴാണ് സംശയിച്ചു നിന്ന അമ്മ പറഞ്ഞത്, ലൂക്ക 1:38, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടമെങ്കിൽ നിറവേറട്ടെ. അപ്പോഴാണ് ലോകത്തിനും സ്വർഗ്ഗത്തിനും എനിക്കും നിനക്കും ഒരു അമ്മയെ കിട്ടിയത്. ആമേൻ മരിയ. ആമേൻ മരിയ. നമുക്ക് തെറ്റുപറ്റി, ഒരുപാട് തെറ്റുപറ്റി. പഴയ ജീവിതകാലങ്ങളിൽ ഒരുപാട് തെറ്റുപറ്റി, ഇപ്പോഴും തെറ്റുപറ്റിക്കൊണ്ടിരിക്കുന്നു. വെറുതെ മാതാപിതാക്കളും ദമ്പതികളും യുവാക്കളും യുവതികളും കുഞ്ഞുങ്ങൾ ശിശുക്കൾ എല്ലാവരും ഇന്ന് ദുഷിച്ച വശമായിരിക്കുന്നു. ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് നോക്കി ദൈവത്തിന്റെ മുഖം തേടുന്നവരാരെങ്കിലും ഉണ്ടോ, നന്മ ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി ആരെയും കണ്ടില്ല. എല്ലാവരും ദുഷിച്ച വശമായിരിക്കുന്നു ദൈവവചനം. എന്നാൽ ഈ മറ്റൊരു വ്യത്യസ്തമായ മാതാവിലേക്ക് ദൈവം നോക്കി. ഇതാ ഈ വനമാതാവിന്റെ അടുത്ത് ദിവ്യകാരൻ എഴുന്നേൽച്ച് വെച്ച് പരിശുദ്ധാത്മാവിനെ സ്നേഹപൂർവ്വം അലങ്കരിച്ച് വെച്ച്, ഇതാ ഇന്നത്തെ തിരക്കുകളെല്ലാം മാറ്റി വെച്ച്, ഇതിൽ സെക്കൻഡ് സ്റ്റാൻഡിന്റെ ഒരു ദിവസമായിട്ട് പോലും കടന്നു വരാൻ മടിച്ചു നിന്ന മക്കളെക്കാൾ ഇതാ പരിശുദ്ധാത്മാവ് കൂട്ടിക്കൊണ്ടുവന്ന നമ്മൾ. ഈ മക്കൾ ഇന്ന് ഈ ഭവനത്തിലെ രക്ഷ കൈവന്നിരിക്കും. പരിശുദ്ധ അമ്മയോടൊപ്പം ചെലവിടുന്ന രക്ഷകൻ പരിശുദ്ധ ഭരണ ദിവ്യകാരനെ ലഭിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശിരസ് മുതൽ കാൽപാദം വരെ കഴുകി വെടുപ്പാക്കി നമ്മുടെ എല്ലാ പാപകറകളും കഴുകി വിശുദ്ധീകരിച്ച് പാപങ്ങളുടെ മോചനവും കടങ്ങളുടെ പൂർത്തിയും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തീക്ഷ്ണമായിട്ട് നമുക്ക് ശിരസ് മുതൽ കാൽപാദം വരെ ദൈവത്തിന്റെ ആലയം, കണ്ണ്, കാത്, കൈകൾ, കാലുകൾ, എല്ലാ ബാഹ്യ അവയവങ്ങൾ, നാവ്, ചുണ്ട്, ആന്തരിക അവയവങ്ങൾ, ലിവർ, ലങ്സ്, സ്റ്റൊമക്ക്, ഇൻറ്റസ്റ്റൈൻ, സ്പ്ലീൻ, കിഡ്നി, ബ്ലാഡർ, യൂട്രസ്, കൈകാലുകളിലെ ബോളുകൾ എല്ലാം സമർപ്പിച്ച് നമ്മൾ കഴുകി വെളുപ്പാക്കുന്ന ഒരു ശുശ്രൂഷയിലൂടെ നമ്മൾ ഇനി വലിയ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. എല്ലാവരും ആത്മാർത്ഥമായി കണ്ണുകൾ അടയ്ക്കുന്നു. എന്തൊക്കെ രോഗപീഠകളാണോ, എന്തൊക്കെ പാപപീഠകളാണോ, ദുഷ്തലങ്ങളാണോ, അല്ലെങ്കിൽ വീട്ടിൽ എന്തൊക്കെയാണ് അലട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാം സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാണ്. ശിരസ്സു മുതൽ പാദം വരെ, ശിരസ്സു മുതൽ പാദം വരെ കഴുകണമേ എന്നെ, കഴുകണമേ, കഴുകണമേ എന്നെ, കഴുകണമേ. അമൂല്യമായ തിരുരക്തമേ കഴുകണമേ, കഴുകണമേ. വിശുദ്ധീകരിക്കുന്ന തിരുരക്തമേ കഴുകണമേ എന്നെ, കഴുകണമേ. ആശ്വസിപ്പിക്കുന്ന തിരുരക്തമേ കഴുകണമേ എന്നെ, കഴുകണമേ. ശിരസ്സു മുതൽ പാദം വരെ, ശിരസ്സു മുതൽ പാദം വരെ കഴുകണമേ എന്നെ, കഴുകണമേ, കഴുകണമേ എന്നെ, കഴുകണമേ. കൈകൾ കൂപ്പാം. ശിരസ് മുതൽ പാദം വരെ കർത്താവ് നമ്മെ കഴുകി വെളുപ്പാക്കുന്ന, പ്രത്യേകിച്ച് കുരിശിൽ ചുവട്ടിൽ തളർന്നിട്ട് നിൽക്കുന്ന രക്തക്കുളത്തിൽ നമ്മെ ഇറക്കി നിർത്തി. ആ രക്തക്കുളത്തിൽ ചവിട്ടി നിൽക്കാൻ കുരിശിൽ ചുവട്ടിൽ മഹാഭാഗ്യം ലഭിച്ചത് പരിശുദ്ധ അമ്മയ്ക്കാണ്. അമ്മ ആ കുളത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും, പ്രത്യേകിച്ച് ഇന്ന് ധ്യാനത്തിനായി കടന്നു വന്നിരിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ഈ മക്കൾ ഓരോരുത്തരെയും കുളത്തിൽ മുക്കി അമ്മയുടെ മേലെ കൊണ്ട് തുടച്ച് കുളിപ്പിച്ച് അമ്മയുടെ മടിയിലിരുത്തി ആശ്വസിപ്പിക്കുന്ന വലിയ അനുഭവത്തിലേക്ക് കടന്നു വരാൻ ഇരിക്കാം. സ്വസ്ഥമായിട്ടിരിക്കുന്നു, കൈകൾ കൂപ്പുന്നു, കണ്ണുകൾ അടയ്ക്കുന്നു. അമ്മേ
അമ്മേ എന്നെ പുതപ്പിക്കണേ നിൻസുതന്റെ രക്തകുളത്തിൽ അമ്മേ എന്നെ കുളിപ്പിക്കണേ കുളിപ്പിക്കണേ എന്നെ പുതപ്പിക്കണേ എന്നും കുളിപ്പിക്കണേ എന്നെ പുതപ്പിക്കണേ ക്രൂശിന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ ക്രൂശിന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ ക്രൂശിന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ ക്രൂശിന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ സ്വർഗ്ഗതാതനുയർത്തിയർത്തി എന്നെ തഴുകുമ്പോൾ സ്നാനം പൂർണ്ണമാകും ആ സ്നാനത്തിൻ ശേഷമെന്നാഥനെ കാണുമ്പോൾ ആനന്ദം പൂർണ്ണമാകും ആനന്ദാത്മാഭിഷേകം എന്നെ ചുറ്റി പറന്നുയരും നിന്നോടൊപ്പം സ്തുതി പാടിയിടുമ്പോൾ എന്നും ശാലോം ശാലോം ഉള്ളിൽ ശാലോം ശാലോം നിന്നോടൊപ്പം സ്തുതി പാടിയിടുമ്പോൾ എന്നും ശാലോം ശാലോം ഉള്ളിൽ ശാലോം ശാലോം നിന്റെ സ്നേഹമേലകിയ അമ്മേ എന്നെ കുളിപ്പിക്കണേ നിൻസുതന്റെ രക്തകുളത്തിൽ അമ്മേ എന്നെ കുളിപ്പിക്കണേ കുളിപ്പിക്കണേ അമ്മേ കുളിപ്പിക്കണേ എന്നും കുളിപ്പിക്കണേ അമ്മേ കുളിപ്പിക്കണേ ക്രൂശിന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ ക്രൂശിന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ കുളിപ്പിക്കണേ അമ്മേ കുളിപ്പിക്കണേ എന്നും കുളിപ്പിക്കണേ അമ്മേ കുളിപ്പിക്കണേ ക്രൂശിന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ ക്രൂശിന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ ക്രൂശിന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ ക്രൂശിന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ. സമയം നമ്മള് ധ്യാനത്തിന്റെ പതിക്കോളം കഴിയാൻ പോകുന്ന സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരിക്കൽ കൂടെ സകല വിശുദ്ധരുടെയും നമ്മൾ മാധ്യസ്ഥം യാചിക്കുകയാണ്. സകല വിശുദ്ധ എല്ലാ മാസത്തിലും അല്ലെങ്കിൽ ആഴ്ചയിലും റുട്ടീനായിട്ട് പ്രാർത്ഥനാ ഗ്രൂപ്പുകാർ ചെയ്യുന്ന ഒരു ധ്യാനം ഇവിടെ നടക്കുന്നു എന്ന് നിങ്ങൾക്ക് എത്താൻ പാടില്ല. ഓരോ തവണയും പരിശുദ്ധാത്മാവ് കൂട്ടിക്കൊണ്ടുവരുന്നത് പ്രത്യേക രീതിയിലാണ്. നിങ്ങളെ ഈ നോമ്പ് കാലം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിങ്ങളെ ഈ മറ്റം പള്ളിയിൽ മറ്റ് വലിയ പള്ളിയിൽ 3 ദിവസത്തെ ധ്യാനം നടത്തിയിട്ടുണ്ട്. 3 ദിവസം നിങ്ങൾ വന്ന് ധ്യാനിച്ചിട്ടുണ്ട്. ഫ്രാങ്ക് വാച്ചിന്റെ കാലത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ അന്ന് ആ കാലത്ത് ദൈവവിളി കിട്ടിയിട്ടുണ്ട്. എന്ന മകനെ ഈ മറ്റൊരു ദൈവവിളി കിട്ടിയിട്ടുണ്ട്. അവന്റെ ചേട്ടൻ കഴിഞ്ഞ പോലെ ഇവിടെ പട്ടം കിട്ടി. എല്ലാം നന്നായിട്ട് അറിയാൻ കൂടിയുണ്ടോ എന്നറിയില്ല. അമ്മയെ വന്നിട്ടുണ്ടോ ഇരുന്ന് കൗൺസിലിംഗിന് വെളിപ്പെടുത്തിയതാണ് മകന് പട്ടം കിട്ടിയത്. എല്ലാ വിശുദ്ധരെയും സ്വർഗം മുഴുവനെയും സ്വർഗീയ സൈനികര് സ്വർഗീയ ശക്തി അനേകം ലോകത്തിന്റെ ശക്തി അനേകം ലോകത്തിന്റെ മക്കൾ നമ്മെ പിന്തുടരുന്നു. നമ്മൾ സങ്കീർത്തനങ്ങൾ ഒന്നിൽ പറയുന്നത് പോലെ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ ആഗ്രഹങ്ങളുടെ ഇടയിൽ വ്യാപിക്കുകയോ പരിഹാസങ്ങളുടെ പിഴവിൽ ഇരിക്കുകയോ ചെയ്യാത്തവർ ഭാഗ്യവാൻ. വിശുദ്ധരെ മാറ്റി ഓരോ വിശുദ്ധരെ മാറ്റി വിളിക്കുന്നു.
രോഗാവസ്ഥയിലെ മന്ദത, മരവിപ്പ്, ഒന്നിനും ഒരു ഉത്സാഹമില്ലായ്മ, എപ്പോഴും കിടക്കണമെന്ന ചിന്ത, എപ്പോഴും ഇരിക്കണം എന്ന ചിന്ത, അങ്ങനെയുള്ള പ്രാർത്ഥിക്കാൻ ഉത്സാഹം കിട്ടുന്നില്ല, തീഷ്ണതയിൽ അങ്ങനെ മക്കൾക്ക് വേണ്ടിയാണ് ഈ വചനം. ജ്ഞാനം 16:10 അങ്ങയുടെ മക്കളെ വകവരുത്താൻ വിശ്വസർപ്പത്തെ മല്ലിനടില്ല, അങ്ങയുടെ കാരുണ്യം രക്ഷയെത്തി അവരെ സുഖപ്പെടുത്തി. ഇതുപോലെ നമ്മൾ വീടുകളിലെ വചനങ്ങൾ ഉരുവിടാൻ ശക്തി കിട്ടും. വചനം എന്തുമാത്രം ഉരുവിട്ട് പ്രാർത്ഥിക്കുന്നുവോ ശക്തി കിട്ടും. മാതാവിന്റെ ടോപ്പിക്ക് സമയം കിട്ടുള്ളൂ, വചനത്തിന്റെ ടോപ്പിക്ക് സമയം കിട്ടുമെന്ന് അറിയില്ല. സതീതം നമ്മൾ ഗ്രഹിക്കണമെങ്കിൽ ഉച്ച കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സമയം കിട്ടും. 2 ശുശ്രൂഷകളാണ്. ഒന്ന് 9 വർഷമായിട്ട് സിസ്റ്റർ കൊണ്ട് നടക്കുന്ന ഇസ്രായേൽ പലസ്തീൻ തലം ഫ്ലൈറ്റില് മണിപ്പൂരിയിലെ പ്രക്ഷോഭം നടക്കുമ്പോൾ അവിടെയൊക്കെ കൂടെ വന്ന മക്കളിയൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ നമ്മൾ കൊണ്ടു നടക്കുകയാണ്. തലയും ചെയ്ത് പരിശുദ്ധ അമ്മയുടെ അത് കൈ ശുശ്രൂഷയുണ്ട്. അതുപോലെ കിരീട സമർപ്പണം. എൻ്റെ അമ്മയ്ക്ക് ചെറു കിരീട സമർപ്പണം. മനസ്സിൽ 3 നിയോഗങ്ങൾ വെച്ചുകൊണ്ട് കിരീട സമർപ്പണം 2 ശുശ്രൂഷ ചെയ്യും. ഒരുപാട് ശുശ്രൂഷകളുണ്ട്, എല്ലാം ചെയ്യാൻ നമുക്ക് സമയം കിട്ടില്ല. പറ്റാവുന്നിടത്തോളം നമ്മൾ ഇന്ന് പരിപൂർണ്ണ നിശ്ശബ്ദത പാലിക്കുന്നു, പരമാവധി പ്രാർത്ഥിക്കുന്നു. അതാണ് ഇന്നത്തെ തീം. പരിപൂർണ്ണ നിശ്ശബ്ദത പാലിക്കുന്നു, പരമാവധി പ്രാർത്ഥിക്കുന്നു. കാരണം ഭക്ഷണം നമ്മൾ കുർബാന കഴിഞ്ഞ് ഭക്ഷണത്തിനൊന്നും പോകുമ്പോൾ പിന്നെ പരസ്പരം കണ്ട് കുറേ സംസാരിക്കാനുണ്ടാവും. ഇന്ന് നമ്മളതൊന്നും ചെയ്തില്ല. ഇത് വലിയൊരു നോമ്പിന്റെ ഒരുക്കത്തിന്റെ ദിവസമാണ്. കുറച്ച് വെളിപ്പെടുത്തലുകൾ ഇന്നലെ സിസ്റ്ററിനെ കിട്ടിയിട്ടുണ്ട്. അത് മുഴുവൻ ഇന്ന് നിങ്ങൾക്ക് തരും. പലരും നോട്ട്ബുക്കും കാര്യം മൈക്രോ കൊണ്ടുവന്നത് കണ്ടു. ഞാൻ ഇതിലിരിക്കുമ്പോൾ കണ്ടു. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എഴുതാൻ മാത്രം നിറച്ചു തരാം. പുതിയ വെളിപ്പെടുത്തലുകൾ ഇന്ന് തരും. അതൊക്കെ നിങ്ങൾ എഴുതിയെടുത്ത് കൊണ്ടുപോകണം. ഇനി നമ്മൾ എല്ലാം വിട്ട് അന്ത്യവിധിക്കായിട്ട് വരുന്ന കർത്താവിനെ സ്വീകരിക്കാൻ. അന്ത്യവിധി കർത്താവ് വരുന്നത് നീതിമാനായിട്ടാണ് വരുന്നത്. ലാസ്റ്റ് 2ാം വരവ് കരുണയില്ല. മരിക്കുന്നത് വരെ കരുണ, മരിച്ചു കഴിഞ്ഞാൽ വിധി. അപ്പൊ ഇനി കർത്താവ് വരുന്നത് കരുണ കാണിക്കാനല്ല, എന്തിനാണ്? വിധിക്കാണ്. വിധി നീതിമാനായിട്ടല്ല വിധി. പക്ഷെ അതിന് വേണ്ടി ഇപ്പൊ ഇവിടെ കൂടി എല്ലാവർക്കും ഈശോ കരുണ തരും, കരുണ നിറച്ചു തരും.
പാലക്കാട് CMC ഞങ്ങളുടെ മഠത്തിലെ പാലക്കാട് അത് പറഞ്ഞിരുന്ന പാലക്കാട് ധ്യാനിക്കാനായിട്ട് സ്കൂൾ കളിയിരുന്നു. പാലക്കാട് പിന്നെ ഇവിടുത്തെ ഈ അതോറിറ്റീസ് മീൻസ് പ്രാർത്ഥന ഗ്രൂപ്പിലെ ഞങ്ങൾ കാർ നേരെ വോട്ട് വരുമായിരുന്നു. പക്ഷേ ഞങ്ങൾ ഈ 120 കോടിയാണോ അറിയില്ല, ഞങ്ങൾ ആ കോടി മുഴുവൻ കയറിയാണ് ഇങ്ങോട്ട് വന്നത്. അത് തന്നെ ഈ മറ്റൊരു പ്രാവശ്യത്തെ കുട്ടിയാണ് ഞങ്ങൾ പരിഹാരം ഈ സ്റ്റെപ്പ് മുഴുവൻ കയറി കത്തിച്ച് മാതാവിനെ പിടിച്ച് കുരിശ് ലാപ്ടോപ്പ് പിടിച്ച് കയറി വന്നത്. ഒരാളെ താഴെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു സൈക്കോട് ഒരാള് നമ്മളെ ഡിറക്ട് ചെയ്യാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് തന്നെയാണ് മക്കളൊക്കെ ആഗ്രഹിക്കുന്നത്. അമ്മി ഞങ്ങളെ ഡിറക്ട് ചെയ്തത്, അപ്പനെ അമ്മീസിനെങ്കിലും ഞങ്ങളുടെ പാരന്റ്സ് ഞങ്ങളെ ഗൈഡ് ചെയ്തിരുന്നെങ്കിൽ ഇത് ഇല്ലാത്തത് കുറവുണ്ട്. പാലക്കാട് CMC സിസ്റ്റേഴ്സിനെ ധ്യാനിക്കാൻ ചെന്നപ്പോൾ പേരുകൾ സിസ്റ്റർ ദീപ്തിയാണ് പറയുന്നത്. ക്രിസ്റ്റി എന്നൊരു സിസ്റ്റർ എന്റെ മുന്നിൽ ഇരിക്കുകയാണ്, കൗൺസിലിംഗിൽ ഇരിക്കുക. ഇന്ന് നമ്മൾ കൗൺസിലിംഗ് ഇല്ല, ക്രിസ്റ്റി കൗൺസിലിംഗിൽ ഇരിക്കുമ്പോൾ ഞാൻ വന്ന പേര് വരെ ഞാൻ ചോദിച്ചില്ല. കണ്ണു വെച്ച് പ്രാർത്ഥിച്ച വശം ഞാൻ സിസ്റ്ററോട് ചോദിച്ചു, സിസ്റ്റർ മരിയ ആരാണ് ചോദിച്ചു. സിസ്റ്റർ മരിയ ഒരു സിസ്റ്ററെ കാണിച്ചു, ആരാണ് ചോദിച്ചു. അപ്പൊ ഈ ക്രിസ്റ്റി എന്ന് പറഞ്ഞ സിസ്റ്ററിന്റെ ഇവരൊക്കെ വ്യത്യാസം വേണ്ട. പാലക്കാട് പോയിട്ട് ആരാണ് ക്രിസ്റ്റി ആരാണ് മരിയ പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ അപ്പൊ സിസ്റ്റർ അവിടെ പറഞ്ഞു മരിയ കുട്ടിക്കറിയാം. സിസ്റ്റർ പറഞ്ഞു കുട്ടിക്കറിയാം. ക്രിസ്റ്റി പറഞ്ഞു എന്റെ ഉള്ളിലൊരു കാര്യമുണ്ട്, അത് പ്രൗഢാലമയോടോ ആരോടെങ്കിലും പറയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നിൽക്കുക. സിസ്റ്റർ എന്റെ ഒരു പേര് ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല, എന്റെ ഹൃദയത്തിൽ മാത്രമാണ് രഹസ്യം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ സിസ്റ്റർ അങ്ങനെ പറയാൻ കാര്യം ചോദിച്ചു. അപ്പൊ പറഞ്ഞു വലിയ സിസ്റ്റർ മരിച്ചിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള അവരല്ലേ. വലിയ സിസ്റ്ററിന്റെ വലിയ കൂട്ടുകാരിയായിരുന്നു, ഞങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുമായിരുന്നു. അസുഖം വന്നിട്ടാണ് മരിച്ചത്. വലിയ സിസ്റ്റർ മരിച്ച് മഞ്ചേരി കിടക്കാണ് ഇതുപോലെ മരിച്ച ബ്രൗൺ എടുത്തിട്ട്. ഇപ്പൊ എന്റെ സിസ്റ്റർമാര് തന്നെ കിട്ടുന്ന നല്ല ബെസ്റ്റ് ഉടുപ്പ്, പക്ഷെ മരിച്ച ബ്രൗൺ എടുപ്പാണ് കോട്ടൺ. സിസ്റ്റർ ഇവിടെ പ്രാക്ടീസ് ചെയ്ത് 8 കൊല്ലമായിട്ട് സിസ്റ്റർ ബ്രൗൺ എടുപ്പ് ഇടുന്നത്. ഇത് ചില അച്ഛന്മാരുടെ കയ്യൊക്കെ മദ്യം കുടിച്ചാലോ മരിച്ചു കഴിഞ്ഞാൽ കയ്യൊക്കെ ഞാൻ കൂട്ടി വെപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടേ കൊണ്ടൊന്നും തിരിക്കാൻ മനസ്സിലായോ. തിരില്ല. എന്റെ പ്രേക്ഷകരെ ഞാനൊക്കെ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്തേക്കാണ് കൊന്തൊക്കെ കൈകൊണ്ട് നടക്കാം. പിന്നെ മരിച്ച വശം കൊന്ത വെപ്പിക്കാൻ നിൽക്കണ്ട, അത് ഓൾറെഡി അവിടെ ഉണ്ട്, പ്രാക്ടീസായി. അപ്പൊ ഈ ഉടുപ്പ് 8 കൊല്ലമായിട്ട് ഇല്ലേ വാച്ചൊക്കെ മരുമോളല്ല സ്വന്തം മോള് വന്നിട്ട് പറയും അപ്പൊ എന്റെ മോളുടെ വാച്ച് എന്റെ ഭർത്താവ് കൊടുത്തതാ ഇത് ഞാൻ കൊടുത്ത വാച്ച. മഞ്ചേരി വെക്കും ആ വാച്ചിന് വേണ്ടി തന്നെ ഈ 10 മണി കൊണ്ട എന്റെ മോള് കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് അമ്മയ്ക്ക് കൊടുത്തതാ. ആ കുന്തമണിമാരെടുത്ത് തരും. മരിച്ചിട്ട് ബോഡി കൊണ്ടുപോയിട്ടില്ല, മഞ്ചേരി വെച്ചിട്ടില്ല. അപ്പൊ എന്ത് ചെയ്തു, 8 കൊല്ലമായിട്ട് വാച്ച് പിടിച്ചു. വാച്ചില്ല. ഈ സമയത്ത് തന്നെ എവിടെയൊക്കെ വാച്ചുള്ള കാര്യങ്ങൾ ചോദിക്കാം. ആരെങ്കിലും നിങ്ങൾക്ക് വാച്ചുണ്ടാവും. എന്റെ ഒരു പേഷ്യന്റ് നോമ്പ് തുടങ്ങിയ 50 ദിവസവും വെള്ളം ചായ മാത്രം കുടിക്കും. നിങ്ങൾ പേര് പറഞ്ഞാൽ ഈ പ്രദേശത്ത് കാലത്ത് ഒരു ഗ്ലാസ് ചായ, വൈകുന്നേരം ഗ്ലാസ് ചായ, പിന്നെ വെള്ളം മാത്രം 50. അവിടെ പറയും സ്വർണ്ണമലയും മുതലും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ. ശബ്ദം ഇവിടെ വരെ ഈ കൃപാമരിയാന്ന് അവരെ പരിചയപ്പെടുത്തിയില്ല. ഈ കൈ വരെയുള്ള ടോപ്പ് ഇട്ടിട്ടാണ് നടത്താം. ഇപ്പോഴത്തെ ടോപ്പുകളാ ഇവിടെ വരെയുള്ളൂ. കൈ പൊട്ടാം പറഞ്ഞ് ഞാൻ കുർബാനയ്ക്ക് തയ്ക്കില്ല. ഇങ്ങനെയുള്ള പറഞ്ഞ് ഒരു നല്ല റിസൾട്ട് വരില്ലേ. ചോദിച്ച് പറഞ്ഞാൽ ഞാൻ കുർബാനയ്ക്ക് തയ്ക്കില്ല എന്ന് പറഞ്ഞു. കുരിശ് വരയ്ക്കുന്നത് രംഗവിമോചന കുരിശ്. അപ്പൊ പിശാച് എന്ന് പറയും മോളെ ഈ മുന്തിരിയുടെ മുന്തിരിയുടെ കളറുള്ള ഡ്രസ് കിട്ടും, അതിനനുസരിച്ച് പൊട്ടുകുടി കുത്തിവിടെ പറയും പിശാച്. അപ്പൊ അവര് പൊട്ടുകുത്തി വരുമ്പോഴത്തേണ്ടായി കുരിശ് വരച്ചാൽ അവൻ പൊട്ടടിച്ച് പുറത്തുവന്നപ്പോഴത്തേണ്ടായി കാണുന്നത് ആക്സിഡന്റ് ആയി.
കുരിശ് പോയി. മറ്റൊരു കുരിശിന്റെ സംരക്ഷണം ഉണ്ടാവും. 11 വർഷമായിട്ട് ദിവസ യാത്രയാണ്. പല ഡൽഹിയിലെ 8 പ്രാവശ്യം ഫ്ലൈറ്റില് യാത്രയാണ്. ഒരു പോറല് കഴിഞ്ഞ അല്ലെങ്കിൽ വണ്ടി ഇന്ന് വൈകിട്ടില്ല. കാരണം എന്താ, നമ്മൾ ഈ പൊട്ടുകുരിശിക്കും കമ്പനിയൊക്കെ നടക്കുവാനല്ല. പിന്നെന്താണ് കുരിശ്? നിങ്ങൾക്ക് വരുമ്പോൾ കണ്ടില്ലേ 2-3 പേര് കുരിശെല്ലാം കൊണ്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി. പ്രദർശനത്തിന് വേറെ, മുസ്ലിമിന് വേറെ, കോമത്തിന് വേറെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വീട്ടിന്റെ സമയം ഈ സിസ്റ്ററിനോട് പറഞ്ഞു, മരിയ സിസ്റ്റർ മരിച്ചിട്ട് കിടക്കുന്നു, മഞ്ചിയിൽ കിടക്കുന്നു, തേച്ചു പട്ടിയിട്ട് ഒടുപ്പിട്ട് കിടക്കുന്നു. 12 മണി വരെ ഞാൻ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് നോക്കി കൊണ്ടിരിച്ചു. പിന്നെ നിങ്ങൾ അമ്മ 5 മിനിറ്റ് കിടക്കാൻ കാർപ്പറ്റ് സിസ്റ്റർ ഞാൻ മുറിയിൽ പോയിട്ട് ഉറങ്ങുന്നില്ല. ചൊല്ലിക്കൊണ്ടിരിക്കുക. കൂട്ടുകാരി മരിച്ചെടുക്കുമ്പോൾ ആരെങ്കിലും ഉറങ്ങോ? നല്ല ചിക്കൻ ബിരിയാണിയും മട്ടനും മന്തിക്കുഴിയും എന്തെങ്കിലും അവിടെ ഈശോടി ഇരിക്കുവാനും പറയില്ല. അതൊക്കെ കൊണ്ടുവച്ച് ഉറങ്ങണവരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അച്ഛനെ പറഞ്ഞു നോക്കൂ, എഴുന്നേറ്റ് പറയൂ, കൈയടിക്കാൻ പറയൂ, കൈ വീശാൻ പറയൂ, തുള്ളിച്ചാടാൻ പറയൂ. അപ്പൊ ഉറക്കം, ക്ഷീണം, മമത, അലസത. പക്ഷെ നിങ്ങളെല്ലാം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കാല് ചവിട്ടി അതിനെ പറ്റിയൊരു പാട്ട് ഞാൻ ചവിട്ടി സ്തുതിക്കണം കേട്ടോ. കാരണം ഈ കയ്യും കണ്ണും കാതും മാത്രമല്ല പാപം ചെയ്തേ. ഈ പാപം ചെയ്യുമ്പോൾ മദ്യം കുടിക്കുന്ന ആളാണെങ്കിൽ എങ്ങനെ പാപം ചെയ്യാൻ പോണേ? 2 കാലും ഉപയോഗിച്ചിട്ടല്ലേ പോണേ? മാത്രം ഇങ്ങനെ ചവിട്ടി സ്തുതിക്കണം. അവിടെ വിട്ട് പോണം. പോട്ടെ, നിങ്ങൾ സർപ്രൈസ് ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും. പറയാം ഇടയിൽ ഒരു ഷർച്ച നേരെ ചോദില്ല, അവിടെയൊക്കെ നല്ല ചൂടാണ്. ഈ സിസ്റ്റർ മണി 12 1 മണിയാകുമ്പോ ആരും പേടിക്കരുത്, ജീവിതം മാറ്റിയാൽ മതി. പേടിച്ച് പിടിച്ച് വരയ്ക്കണ്ടായിരുന്നു. ഈ സിസ്റ്റർ പറയാം, കാരണം സിസ്റ്റർ 12 1 മണിയുടെ ഞാൻ കണ്ടുകൊടുന്ന് ഇങ്ങനെ കിടക്ക പൊതിച്ച് ചുമരുമ താഴെ കട്ടിയിൽ മനസ്സിൽ കിടക്കുന്ന സിസ്റ്റർ ദൈവത്തെ കുടിച്ചോണ്ടിരുന്ന ശബ്ദമൊന്നും വരുന്നില്ല. അപ്പോ മരിയ സിസ്റ്ററിനെ സംസാരിച്ചു. ക്രിസ്റ്റി ശബ്ദം ഈശോ ശബ്ദപ്പെട്ടുമ്പോ ഞാൻ കിടക്ക സിസ്റ്റേ അവസാനിക്കാൻ പറഞ്ഞു, ക്രിസ്റ്റി മരിക്കുന്നത് വരെ യേശുവിന്റെ കരുണ, മരിക്കുന്നത് വരെ യേശുവിന്റെ കരുണ, മരിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നത് വരെ കരുണ, മരിച്ചു കഴിഞ്ഞാൽ യേശുവിന്റെ വിധി. 2 പ്രാവശ്യം പറഞ്ഞിട്ട് പറയുന്നത് ഞാൻ സ്വന്തം കണ്ടതല്ല, ഞാൻ കണ്ണു തുറന്നു ചെവിയോട് കേട്ടു. കാരണം സിസ്റ്റർ ഇത് ആരെങ്കിലോടൊന്ന് ഷെയർ ചെയ്യാൻ, എന്റെ പ്രോത്സാഹനത്തോട് പറയാൻ ആരും വിശ്വസിക്കുക. ആ സിസ്റ്ററിന്റെ എന്ത് കഴിഞ്ഞു, ആ സിസ്റ്ററിന്റെ എന്ത് കഴിഞ്ഞു മരിച്ചപ്പോൾ തനതവിധി കഴിഞ്ഞു. തനതവിധിക്ക് ഒരുക്കാനുള്ള വലിയൊരു കൃപ സിസ്റ്ററിനെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ സാക്ഷികളെയും ദൈവത്തിന്റെ കൃപയും മരിക്കാതെ വിഷു കൊണ്ടൊരു ഓട്ടം എങ്ങനെ ഓട്ടയെന്നറിയില്ല. ഓട്ടോറിക്ഷ വെച്ചിട്ട് അതിന്റെ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥനകൾ കഴിയുമ്പോൾ അത് കഴിച്ച് നരകത്തിൽ പണം മദ്യപാനം കഴിഞ്ഞ ശുദ്ധീകരണ സ്ഥലത്തേക്ക് തട്ടിയിടാൻ ഇവിടുന്ന് അങ്കമാലി എറണാകുളം വരെ ഈ ഓട്ടോറിക്ഷയിൽ പോകും. കാരണം ട്രാൻസ്പോർട്ട് ബസ് നിർത്തിയിട്ട് ഓട്ടോ കിട്ടിയില്ലെങ്കിൽ അവര് മരിച്ചു കഴിഞ്ഞാൽ തനതിലേക്ക് ഒരുക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ഈ സിസ്റ്ററിനോട് മരിച്ച വശം ആ സിസ്റ്ററിന്റെ തനത് വിധി കഴിഞ്ഞു. ഇത്രയും കൂടി എന്നോട് കൂട്ടിച്ചേർത്തു. കാർബൺ സിസ്റ്റർ ഇനി ഞാൻ പ്രോത്സാഹനോട് പറയാം. ഈ കാർബൺ സിസ്റ്ററോട് പറയാൻ പറ്റില്ലോ, കാർബൺ സിസ്റ്റർ ഏത് ധ്യാന കേന്ദ്രത്തിൽ ചെന്നാലും ഇതും കൂടി പറയണം, ഇത് പറയണം, ഇത് സത്യമായിട്ട് നടന്ന കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിലെ ദണ്ഡവിമോചനം പറഞ്ഞിട്ട് ഞാൻ ഇന്ന് മക്കളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്.
1000 തവണ വചനം എഴുതിപ്പിക്കുന്ന സിസ്റ്ററിനായിരുന്നു പേര്. നിങ്ങൾക്കറിയാം, 33 തവണ വചനം ചൊല്ലുന്ന സിസ്റ്റർ എന്നായിരുന്നു പേര്. മാതാവിനെ കൊണ്ട് നടക്കുന്ന സിസ്റ്റർ എന്നാണ് പേരായിരുന്നത്. ഇപ്പോൾ പുതിയ ഒരു ദൗത്യം ഏൽപ്പിച്ചേക്കാണ്. തനത് വിധിക്കൊരുക്കാം. ഞങ്ങളുടെ പ്രൊവിൻഷ്യാമ്മയുടെ നാത്തൂൻ ബദാനിയ എന്ന ഒരു ഓർഫനേജ് പോലത്തെ ഒരു സ്ഥലത്ത് കിടക്കുന്നത്. നിങ്ങൾക്കറിയാമോ? അറിയാതെ. അപ്പൊ നാത്തൂൻ അവിടെ കിടക്കുക, നാത്തൂന് വയ്യാണ്ട് കിടക്കുക, തീരെ തോന്നിട്ട്. പ്രൊവിൻഷ്യാമ്മ രണ്ട് സിസ്റ്റേഴ്സ് കൂട്ടിയപ്പോ ഞാൻ പറഞ്ഞു ഞാൻ വരാൻ പോകും. അപ്പൊ തുരിശില്ലായിരുന്നല്ലേ. ഞാൻ വിളിച്ചെന്നു, ആ നീര് വന്ന് കിടക്കാണ്. അപ്പൊ എന്നിട്ട് അമ്മ ഈ പ്രൊവിൻഷ്യാമ്മ പ്രാർത്ഥിക്കുന്നത് ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കല്ല, വർത്തമാനം പറയാം. അപ്പൊ 3-4 സിസ്റ്റേഴ്സ് ഉണ്ട്. പെട്ടെന്ന് തനത് വേണ്ടി പറഞ്ഞു ഉടനടി ഞാൻ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു, അമ്മോട് പറഞ്ഞു, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, തനതിലേക്ക് വരിക്കാമെന്ന് മെല്ലെ പറഞ്ഞു. അല്ലെങ്കിൽ ഈ പ്രൊവിൻഷ്യാമ്മ പേടിക്കണ്ട. അപ്പോൾ പ്രാർത്ഥിക്കാൻ തന്നെ 2 സിസ്റ്റേഴ്സ് ചായപ്പിക്കാൻ അവിടെ പോയി. 2 പേരുടെ കൂടെ നിന്നു. സങ്കീർത്തനങ്ങൾ 123 ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കാനുള്ളതാണ്. 7 തവണ സങ്കീർത്തനങ്ങൾ 123. സ്വർഗത്തിൽ വാഴുന്നവരെ അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണു ഉയർത്തുന്നു എന്ന് പറഞ്ഞു. ഉടനടി സിസ്റ്റർ എന്ത് ചെയ്തു വെച്ചാ, ഞാൻ എന്തില്ല അമ്മോട് പറഞ്ഞു, എന്റെ മൊബൈലില്ല, അമ്മയുടെ മൊബൈൽ ചോദിച്ചു. അമ്മ മൊബൈൽ തന്നു. ഞാൻ തന്നെ ഈ പ്രൊവിൻഷ്യാമ്മ മൊബൈലില് 123 സങ്കീർത്തനം എടുത്തു. 7 തവണ ചൊല്ലി. അവിടെ നിൽക്കുന്ന സിസ്റ്ററോട് പറഞ്ഞു, കന്നാ വെള്ളം കൊണ്ടാൻ പറഞ്ഞു. കന്നാ വെള്ളം കൊണ്ടു ചുറ്റും നടന്ന് കഴിച്ചു. കുറച്ച് വായയിൽ ഒഴിച്ചു കൊടുത്തു. മക്കളെ ചീത്ത വിളിച്ചത്, ദേഷ്യപ്പെട്ടത്, ഭർത്താവിന് പറഞ്ഞു തീർത്ത് സ്ഥാനത്ത് പിടിക്കാൻ പോയി. ആർക്ക് മനസ്സിലായില്ലേ? പ്രൊവിൻഷ്യാമ്മയ്ക്ക് എന്തോ മനസ്സിലായി. അതൊരു വരം കിട്ടിയേക്കാം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പിരിഞ്ഞു. അവർക്ക് ചായ കുടിച്ച് തമാശകളായി. ഞാൻ എന്റെ പഠിപ്പിക്ക് പോന്നു. വൈകുന്നേരം മണത്തിൽ മാത്രമേ കൊള്ളു. പ്രൊവിൻഷ്യാമ്മയുടെ നാത്തൂൻ മരിച്ചു. ഇങ്ങനെ മരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇങ്ങനെ ഒരുക്കാൻ ഒരാളെ കർത്താവ് വിട്ടാൽ ശുദ്ധീകരണത്തിലേക്ക് പോകണം. അത് പോകാതിരിക്കാൻ സ്വന്തപ്പടി കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങൾ തയ്യാറാണോ? നമുക്ക് പോണ്ട, നമുക്ക് സ്വർഗം നേരെ പോകണം. സ്വർഗമെന്റെ സ്വന്തം ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞ് നേരെ കയറി ചെല്ലാം. ഇപ്പൊ നിങ്ങൾ ഞങ്ങളുടെ 4 അച്ഛനത്തിരി കഥ കെട്ടിയാണെങ്കിലും നിങ്ങളിൽ ഒരാൾ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് പേടിച്ച് ഈ അച്ഛനത്തെ ഇപ്പൊ തലവെട്ടിട്ട് ഇവിടെ വീഴുന്നേരിക്കുകയാണ്. പത്രോസിനോട് നമുക്ക് പറയാം, നടന്നപ്പെട്ടെ എന്റെ രക്തസാക്ഷിത്വം വഹിച്ചാൽ നമ്മുടെ ഒന്നും ഓർക്കില്ല. ജീവന്റെ പുസ്തകത്തിന്റെ എടുക്കില്ല. സാധാരണ രീതിയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. പക്ഷെ നമ്മുടെ കാർഡിൽ എന്തെഴുതും? ആക്സിഡന്റിൽ മരിച്ചു, കുഴഞ്ഞു വീണ് മരിച്ചു. പക്ഷെ പുള്ളിയെടുക്കൽ എന്തെഴുതുന്നത്? അവന്റെ കൂതാശകളെല്ലാം സ്വീകരിച്ച് മരണം പ്രാപിച്ച് മൃതസംസ്കാരം 4 മണിക്ക് മറ്റൊരു സഹായമാരെ പള്ളിയിൽ വെച്ച് നടത്തപ്പെടും. എല്ലാവരും കാരണം അവിടെ ഒരു കാപ്പി ബിസ്കറ്റ് കൂടി കിട്ടും. എന്റെ ഭർത്താവ് ഭാര്യ അതിനും കൂടി ഇന്ന് സൃഷ്ടിച്ച വചന ക്ലാസ്സിലെ ഈ മാനദണ്ഡം ദണ്ഡവിമോചനത്തിന്റെ മാനദണ്ഡങ്ങൾ കേൾക്കുന്ന ഓരോ മക്കളും ഇങ്ങനെ കൂടിയടിക്കുന്നവർക്ക് കൂടി നമ്മൾ അമ്മമാരുടെ കണ്ടിൽ പണിയില്ല. നിങ്ങൾക്ക് കാരണം മക്കളൊക്കെ ഇറക്കിയത് ഉള്ള മക്കളെ ഒന്നും മക്കൾ കൊള്ളാൻ സമ്മതിക്കില്ല. അപ്പൊ ഞങ്ങൾ പഠിപ്പിച്ചോളാം പറയുന്നത്. അമ്മ കുറച്ചൊക്കെ പഠിപ്പിക്കണ്ട, പറയുന്ന ഒരു കാലഘട്ട അമ്മമാരൊക്കെ മാതാപിതാക്കൾ യൂസ്ലെസ് പേഴ്സൺ, അൺവാണ്ടഡ് പേഴ്സൺസ്. പിന്നെ ഇങ്ങനെ നിങ്ങളും കുറച്ച് ചിന്തിക്കുന്നവരുണ്ട്. അതിന് പറയണത് അവർക്ക് സന്തോഷം, കഷ്ടപ്പെട്ട് വന്നതല്ലേ. മക്കളെ നമുക്ക് താത്തി കെട്ടി പറയണ്ട, തയ്ക്കാൻ വെള്ളം ചെയ്യാം. അപ്പൊ പ്രിയപ്പെട്ടവരെ, ആ കുറി അടിക്കണ പാപത്തിന് പോലും നമ്മള് ദണ്ഡവിമോചനം വഴി നമ്മൾ അവിടെ പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇപ്പിടത്തിലിരിക്കണം. ദണ്ഡവിമോചനം വഴി നമുക്ക് അവയെ രക്ഷപ്പെടുത്തണം, നമ്മുടെ കുടുംബം രക്ഷപ്പെടണം, ദേശം രക്ഷപ്പെടണം.
വ്യക്തി എല്ലാവരും രക്ഷപ്പെട്ടുകൊണ്ട് ഇനി അതാണ് നമുക്ക് ചിന്ത. ഇവിടെ തന്നെ മാതാവിനെ കൊണ്ടാണ് വയ്ക്കും. കാറില്ല, കാറിനെക്കുറിച്ച് കണ്ടിട്ടുണ്ട്. ഒരു കാറ് കിട്ടണം സിസ്റ്റർ. പിന്നെ സ്ഥലം പണ്ടത് കഥ പണ്ടത് 2 തരം കെട്ടിടം വേണം. ഇതൊന്നും സിസ്റ്ററോട് പറയാൻ വരണ്ട. നിർത്തി അവർ നിർത്തി. ഇനി എങ്ങനെ നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ ഞങ്ങളുടെ സിസ്റ്ററെ കൂടെ ഒരുമിച്ച് ഈ സ്റ്റാൻഡേർഡിന്റെ വാളൊന്ന് പിടിച്ചോട്ടെ എന്ന് പറയുന്നവർ മാത്രം മാതാവിനെ കൊണ്ട് കാറിലേക്ക് കയറാൻ വന്നാൽ മതി. അല്ലാണ്ട് നമുക്ക് കൂടി വരാം. പിന്നെ വചനത്തെ അതൊക്കെ വീടുകളിൽ കൊണ്ടേക്കാം. ശത്രുവിനെ ഓടിപ്പിക്കാനുള്ള ഒരു വചനം, ഒരു കുടുംബത്തിന് ഒരു വചനം സിസ്റ്റത്തെ. ഇത്രയും പറഞ്ഞിട്ട് സിസ്റ്റർ ഇവിടെ നിർത്താൻ എല്ലാവരും ഇപ്പൊ നിങ്ങൾ ഈ ശുശ്രൂഷകളൊക്കെ ശക്തമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. സിസ്റ്റർ ഇനി വരാൻ ഒരു ഉച്ചയ്ക്ക് നമ്മൾ ചോറുന്ന കുറച്ച് പേര് വരും. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ അവരും കൂടി പങ്കെടുത്ത് സിസ്റ്ററിന്റെ ക്ലാസ് തുടങ്ങാച്ചിട്ടാണ് കിട്ടിക്കോട്ടെ ആ പ്രധാനപ്പെട്ട ക്ലാസ്. പിന്നെ മാതാവിന്റെ 100 അത്ഭുതങ്ങൾ സിസ്റ്ററുടെ ജീവിതത്തിൽ എല്ലാം നടന്ന അത്ഭുതങ്ങൾ, ഈ അമ്മ വഴി നടന്ന അത്ഭുതങ്ങൾ. അതുപോലെ ക്രിസ്ത്യാനി ഇട്ട് കൊടുക്കട്ടെ, ആൾക്കാരിലുണ്ട്. ശ്രദ്ധിച്ചു നിൽക്കുന്നത് ചുറ്റും നിൽക്കണം. അങ്ങനെ നമ്മൾ വളരെ കൂട്ടത്തോടെ കൂട്ടായ്മയോടെ നമ്മൾ മുന്നിൽ പോകുന്നതാണ്. 2 മക്കളായ 2 ഭാര്യ ഒരു കുടുംബത്തിന് വരണ അവസ്ഥാനം കാണിച്ചു തരാനാണ് വചനം. കരുണയുടെ ഈശ്വരനെ വെച്ചിട്ട് ഈ വചനം അടിച്ച് എല്ലാ മക്കൾക്കും കൊടുക്കാൻ പറഞ്ഞു. സിസ്റ്റർ ധ്യാനം കൊടുക്കാൻ പോയി കോട്ടത്തെ വിചാരിച്ച് ഇത് സിസ്റ്ററിന്റെ കയ്യിൽ നിന്ന് എത്ര വീടുകൾ വെച്ച് മേടിച്ചിട്ട് അവരുടെ വീടിന്റെ നടയിൽ വെച്ചു. അല്ലാണ്ട് ഭർത്താവിന്റെ ഫോട്ടോ നല്ല കിട്ടിയ ഇത് വെച്ചു. എല്ലാ വീടുകളും പെരുന്നാൾക്കാഴ്ച സമ്മാനം കൊടുത്തതായിരുന്നു. എല്ലാ വീടുകളുടെ നട കയറി ചെല്ലുമ്പോ അല്ലെങ്കിൽ പ്രാർത്ഥന മുറിയില് വചനം വെക്കണം. സിസ്റ്റർ പൈസ കുറെ ഇനി വേണ്ടിക്കാം എന്നോട് അല്ലെങ്കിൽ വരട്ടെ നിങ്ങൾക്ക് സിസ്റ്റർ എത്തിച്ചോളാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇവരെയൊക്കെ പരിചയപ്പെടുത്താം. ഇവരൊക്കെ കുറെ കൊല്ലങ്ങളായിട്ട് സിസ്റ്റർ കൂടെ നടക്കുന്നവരാണ്. ഭാര്യയും ഭർത്താവും കുട്ടികളും ഒക്കെ ഉണ്ട്. സാധാരണ വീടുകളിലാണ്. പക്ഷെ ഞാൻ ഇന്നലെ ഭാഗികമായ വിമോചനം പരിശ്രമം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിലൊരു കാര്യം കണ്ടത്, ദൈവവചന പ്രഘോഷകരെ സഹായിക്കുന്നവർക്ക് ഭാഗിക വിമോചനം. ഒരിക്കലും ഞാൻ മാതാവിനെ കുറിച്ചൊക്കെ ഇഷ്ടംപോലെ അല്ലേ ഓരോ ടോപ്പുകളെല്ലാവരും നമുക്ക് ശുശ്രൂഷയുടെ പ്രാക്ടിക്കൽ കഴിവാണ് നിങ്ങൾക്ക് വേണ്ടത്. അതാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമ്മള് പറഞ്ഞു വന്നത് പരമാവധി പ്രവർത്തിക്കാം, പരിപൂർണ്ണ നിശബ്ദത പാലിക്കാം. ഒരാളോടാണ് സംസാരിക്കരുത്. ഭക്ഷണം കഴിക്കാൻ പുറത്തേക്ക് പോകുമ്പോൾ നല്ല വൈകിയ പ്രേക്ഷകർ അവിടെ നിങ്ങൾ ആ പേരൊക്കെ ഉറക്കം ചെല്ലുണ്ടാവും. അപ്പൊ നിങ്ങൾ അതിന്റെ കൂടെ അതിനായിട്ട് നല്ലത് ഒരു ഭാഗ്യത കണ്ട വിമോചനമാണ്. ഈശോയെ നമ്മൾ ഞാൻ ചെയ്യുന്നെങ്കിലും എന്താ വിമോചനം അറിയില്ലായിരുന്നു. ഞാൻ വെളിപ്പെട്ടിട്ട് അപ്പൊ ഇവര് പ്രേക്ഷകര് ഈശോയെ നിങ്ങൾ മയക്കിലൊക്കെ ചോറിന് നോർത്തില്ലെന്ന് ചെല്ലണം. ഒറ്റ ആളുണ്ടാവട്ടെ, നിങ്ങൾ 4 പേരുമായിരിക്കണം കൺട്രോൾ ചെയ്തത്. മനസ്സിലായി? നമ്മൾ കയറി വന്ന പണി എല്ലാം നിങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ടാണ് ഇങ്ങോട്ട് കയറി വന്നത്. ഈശോയോട് പറഞ്ഞിട്ടാണ് അവസാനത്തെ ആള് കയറിയത്. അത് നിങ്ങൾക്ക് കിട്ടി. ഇവിടെ വന്ന എല്ലാവർക്കും കിട്ടി. ആരും പറയണ്ട. മനസ്സിലായി? അപ്പൊ കൃപാലിയ സാഹസികമായിട്ട് പോകണത്തൊക്കെ മാരേജ് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സുഖമായിട്ടുമാണ്, ഫ്രീ ആണ്. പിന്നെ സ്വർണ്ണം മാല കമ്മേള അങ്ങനത്തെ ഒന്നും കേൾക്കില്ല. ആള് സിസ്റ്ററാണ് എല്ലാവരും പറയും. അപ്പൊ നമ്മള് ഗോവയിൽ ചെന്നപ്പോ പോകാനായിട്ട് നല്ല എളുപ്പമായി. ഈ സിസ്റ്റിന്റെ കൂടെ നടന്നോളാൻ പറഞ്ഞു. സിസ്റ്റിമാരുടെ ആനുകൂല്യം ഉണ്ടായിരുന്നില്ല ഗോവയിൽ പഠിത്ത് പോയപ്പോ. അപ്പൊ മെയിൻ ചേച്ചി എന്ന് പറഞ്ഞ ഭർത്താവ് വെച്ച് മോള് സിസ്റ്റാണ്. ആളുടെ കഴുത്തിലും കയ്യിലൊന്നും ഒന്നുമില്ല. പക്ഷെ ആളുടെ കാതിലൊരു കമ്പനി എടുക്കണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കമ്പനി വേഗം വരാൻ പറഞ്ഞു. എല്ലാവരും ബ്രൗണല്ലേ, എല്ലാവരും ബ്രൗണാണ്. ബ്രൗൺ ഇടണം. കർമ്മരമാതാവിന്റെ തപസ്സിന്റെ ടെസ്റ്റ് ചേച്ചി കമ്പനി കാരണം ഈ കുഞ്ഞു സിസ്റ്റം കടന്നോളാൻ പറഞ്ഞു. ചേച്ചി സിസ്റ്റ് കടന്നോളാൻ പറഞ്ഞു. പിന്നെ സ്വർണ്ണം ഇതുപോലെ പഴയ മാലയിട്ട് കൊണ്ട് അത് ഇഷ്ടപ്പെടുന്ന അങ്ങനെ ഒരു ആനുകൂല്യമുണ്ട്. അപ്പൊ എല്ലാവരും സാക്ഷി മരിച്ചാണ് ആളാണ്. വളരെ നന്നായിട്ട് നിങ്ങൾ കൂടെ പറയുമ്പോൾ തന്നെ അറിയാം. ദേവിയൊക്കെ അതിന്റെ ടാപ്പ് വെച്ച് പറയും.
പിന്നെ കർമ്മല, സിസ്റ്ററിന്റെ പേര് വീണ് കർമ്മല. പാട്ട് കേട്ടില്ലേ, കുളിപ്പിക്കണേ നന്നായി പാടും. ഈ ഊരി കയറി അടച്ചു വന്നാലും ഒരു വിഷമം. ശുശ്രൂഷ ചെയ്തു, പാട്ടാലിയിൽ ബസ്സൊക്കെ താണ്ടി കഷ്ടപ്പെട്ട ഇവിടെ വന്നേക്കണേ. 33 പ്രേക്ഷിതരാണ് സിസ്റ്ററിനുള്ളത്. അതിലേതാനും പേരാണ് ഇവിടെ വന്നത്. ദേശി കുറെ വർഷങ്ങളായതാണ് നമ്മുടെ തൊഴിൽപ്പാട ധ്യാനകേന്ദ്രത്തിലൊക്കെ സജീവമായിട്ട് ശുശ്രൂഷ. നമ്മുടെ സാക്ഷ്യങ്ങളൊക്കെ ഇഷ്ടംപോലെ കത്തിയിരിക്കുന്ന വീട്ടില് നമ്മുടെ മാതാവിന്റെ വക ഈ ഗ്രൂപ്പിൽ പിടിച്ചു നിന്നതുകൊണ്ട് 4 ശവം പൊങ്ങലിന് പകരം ശവം മാത്രം മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് വീടൊക്കെ കത്തിക്കഴിഞ്ഞാല് സാക്ഷിയാണ് നിൽക്കണേ. പിന്നെ ബ്രദർ ബാബു എല്ലാം ഒരുപാട് ജോലിക്കുണ്ട്, പക്ഷെ എല്ലാം ഉപേക്ഷിച്ച് നമ്മുടെ ഗ്രൂപ്പില് സജീവമായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇനി കുറച്ച് സമയം മാതാവിന്റെ ആ മകനായിട്ട് സംസാരിക്കാം. സാക്ഷ്യപ്പെട്ട് ഉച്ചകഴിഞ്ഞ സെഷൻ മുഴുവനും ഇനി ആദ്യമായിട്ട് കണ്ടതായാലും ഇത്തിരി നേരം കണ്ടതായാലും ഒന്ന് ഇപ്പൊ തന്നെ ശ്രദ്ധിച്ചു കൊടുക്കുക. മാതാവിന്റെ എക്സ്പ്രഷൻസ് നമുക്ക് കാണാൻ പറ്റും. മാതാവിന്റെ മുഖത്തെ എക്സ്പ്രഷൻസ് നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യും. അതാണ് ഈ മാതാവിന്റെ രൂപത്തിന്റെ പ്രത്യേകത. നമ്മളത് അനുഭവിച്ചറിയുന്ന വേണം. ലൂക്കയുടെ സുവിശേഷം നമ്മൾ ധ്യാനിക്കാൻ പോവാ. 1-ാം അധ്യായം 46 മുതൽ 56 വരെ. റോസ്ലി എന്ന പേരുള്ള ഒരു മകളെ ഈശോ ഇപ്പൊ തൊടുന്നുണ്ട്. നമ്മളോട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ പേരിങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. റോസ്ലി എന്ന മകൾ കേട്ടാ. ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഒന്നും കൈവന്നിക്കേണ്ട, എനിക്കും വേണ്ട. പ്രോഗ്രാം കഴിയുമ്പോൾ എന്നെ ഒന്ന് കാണാൻ പറ്റിയെന്ന് കണ്ടോളൂ കേട്ടാ. ഇവിടെ ഉണ്ടെങ്കിൽ ഒരു വെള്ളം എന്നിങ്ങനെ പറയുന്നത് വെള്ളവുമായിട്ട് എന്താ സംബന്ധിച്ച് എന്താ സംഭവം ചോദിച്ചപ്പോ ചേച്ചി പറയാണ്, എന്റെ ഫാദർ എന്റെ അപ്പൻ വെള്ളത്തിലൂടെ മരിച്ചിരുന്നു. കേൾക്കണ്ടോ? അപ്പൊ അവിടെ നമുക്കൊരു കാര്യം വെളിപ്പെട്ട് കിട്ടി. അപ്പൊ എന്തിനു വേണ്ടിയിട്ട് ഈശോ തന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഈശോ തന്നതെന്ന് അറിയാം? അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോ അത് കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പിന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചെയ്യണ്ടേ. അപ്പൊ നമ്മള് വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോ കുറേ വചനങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിലും പറയുന്ന വചനങ്ങള് കൃത്യമായിട്ട് ഹൃദയത്തിലേക്ക് വരുമ്പോഴല്ലോ നമ്മളില് ഒരുപാട് കൃപമെന്ന് പറയും. ഞാനിവിടെ എന്താ പറഞ്ഞ ലൂക്ക 1-ാം അധ്യായം 46-56 അതില് ഒരു വചനം എടുക്കുമ്പോഴാണ്. ലൂക്ക 1:46 അതിലൊരു വചനം 1:48 ആരെങ്കിലും ബൈബിളോടുണ്ടോ? 1:48 മാത്രം. 1-ാം അധ്യായം 48-ാം തിരുവചനം. അവിടുന്ന് തന്റെ ദാസിയെ താഴ്മയോടെ കടാക്ഷിച്ചു. ഈ ഒറ്റ കാര്യം കൊണ്ടാണ് സാത്താനെ മാതാവിനെ കണ്ടുകൂടാ. മനസ്സിലായ? സാത്താനെ മാതാവിനെ കണ്ടുകൂടാ. കാരണം അത്രമാത്രം എളിമയുള്ള മാതാവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. മനസ്സിലായ? അത്രമാത്രം താഴ്മയും എളിമയുമാണ്. ഏറ്റവും വലിയ തിന്മ ഏതാണെന്ന് നമുക്കറിയാം അല്ലെ? ഏറ്റവും വലിയ തിന്മ ഏതാ? അഹങ്കാരം. അതെ, നമുക്ക് എല്ലാവർക്കും അറിയാം അഹങ്കാരം. ലൂസിഫറും അനുയായികളും സ്വർഗത്തിൽ നിന്ന് വലിച്ചെറിയപ്പെട്ടത് സാത്താന്റെ രൂപത്തിലാണെന്ന് നമുക്കറിയാലോ. എന്നിട്ട് എന്തായി? അഹങ്കാരം നിമിത്തമാരെ സ്വർഗത്തിൽ നിന്ന് വലിച്ചെറിയപ്പെട്ടു ഇല്ലേ? അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ എളിമ എന്ന പുണ്യമുണ്ടെങ്കിൽ, ഈ എളിമ എന്ന പുണ്യം ഉണ്ടാവുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെടും. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ കഴിഞ്ഞ നിമിഷം വരെ ചെയ്തിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള തിന്മകള്, പാപങ്ങള്, തെറ്റുകള് ഒക്കെ നമുക്കൊന്ന് മറന്നു കളയാം. ഇപ്പൊ മുതൽ നമുക്കൊന്ന് ചിന്തിച്ചു തുടങ്ങാം, നമ്മുടെ മനസ്സിന്റെ അവസ്ഥകൾ എന്താണ് എന്ന്. നമുക്ക് വിശുദ്ധരെ പോലെ ജീവിക്കാം.
മാതാവിനെ പോലെ ജീവിക്കാം, അല്ലെങ്കിൽ നല്ല വ്യക്തിത്വങ്ങളായിട്ട് ജീവിക്കാം. പക്ഷെ നമ്മളെ സാധാരണ പിടികൂടുന്നത് കഴിഞ്ഞ നിമിഷം വരെ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ട് നമ്മൾ അതിൽ നിന്ന് മാറ്റും. അപ്പൊ നമ്മളുടെ ഡെപ്ത് പോയി, വിശ്വാസത്തിന്റെ ഡെപ്ത് പോയി, ആത്മവിശ്വാസം പോയി. അപ്പൊ നമ്മളുടെ നല്ല വ്യക്തികളായി മാറാനുള്ള സമയം നീണ്ട് പോവുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് എല്ലാവർക്കും നല്ലവരാവാൻ, മാതാവിനെ പോലെ വ്യക്തിത്വവും എളിമയുള്ളവരാവാനായിട്ട് നമുക്ക് പറ്റും. നമ്മൾ ശീലിക്കണം, അല്ലെ? നമ്മളൊക്കെ കുറവുള്ളവരാണ്. നമ്മളൊക്കെ സാധാരണ പറയാറില്ലേ, നമ്മളൊക്കെ പാപികളാണെന്ന് പറയില്ലേ? അതിനെക്കുറിച്ച് ധ്യാനിക്കാറില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, കഴിഞ്ഞ ഒരു നിമിഷം വരെ നമുക്ക് കുറവുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെ? നന്നാവണം ആഗ്രഹമുണ്ട്, പക്ഷെ ഇച്ഛിക്കാത്ത നന്മ നമ്മള് ചെയ്തു പോകാൻ അറിയാതെ ഭൂതാശകളിലൂടെയും മാതാവിനെ കൂട്ടുപിടിച്ച് എളുപ്പത്തിൽ ഈശോയുടെ ഗ്രേസ് നമുക്ക് കിട്ടും. മനസ്സിലായില്ല? എളുപ്പത്തിൽ കിട്ടാനായിട്ടുള്ളത് നമ്മളെ നല്ല കാര്യങ്ങളൊക്കെ എടുത്തൂടെ. ഇപ്പൊ നമ്മള് ഭൗതികമായിട്ട് കുറെ നേട്ടങ്ങൾ കിട്ടാൻ വേണ്ടി എളുപ്പത്തിൽ പോകുന്നുണ്ട്, അല്ലെ? അതേസമയം നമുക്ക് കൃപ, ഗ്രേസ് കിട്ടണം, അനുഗ്രഹം കിട്ടണം. ഈശോയുടെ അനുഗ്രഹം കിട്ടണമെങ്കിൽ ഈശോയുടെ ഇനി നിങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടുകൂട്ടാ. അത് വളരെ ഒത്തിരി പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ടുള്ള കാര്യമാണ്. നിങ്ങളും എനിക്ക് വേണ്ടി പറയുമ്പോൾ നോക്കണം, പോയിന്റ്സിലേക്ക് വരാൻ എളുപ്പത്തിലേക്ക്. നമ്മുടെ വാക്കുകൾക്ക് കറക്റ്റ് ആവില്ല പറയുന്നത്, നിങ്ങളുടെ ഉള്ളിലത് പറയണമെങ്കിൽ അത് കറക്റ്റ് ആവണം. അപ്പൊ അത് കുറച്ച് സമയത്തിനുള്ളിൽ പെട്ടെന്ന് പറയാൻ വേണ്ടി നിങ്ങളും എനിക്ക് വേണ്ടി പ്രയർ ഓർക്കണ. മനസ്സിലായ? ഞാൻ പറഞ്ഞു വന്ന 3 പോയിന്റ്, 3 കാര്യങ്ങളാണ്. ചോദ്യം ചോദിക്കുക, ഞാൻ ജസ്റ്റ് അറിയാത്ത പോലെയാണ്. 3 കാര്യങ്ങളാണ് പറഞ്ഞ ജപമാല, അല്ലെ? ഒന്ന് നമുക്കറിയുന്ന കാര്യങ്ങളാണ്, പക്ഷെ നമ്മൾ ഇത്തിരി കൂടി എളുപ്പത്തില് ഗ്രേസ് കിട്ടാനുള്ള വഴികളാണ് ഇപ്പൊ പഠിപ്പിച്ചു തരുന്നത്. മനസ്സിലായ? റിപ്പീറ്റേഷൻ വരുന്നത് എനിക്കറിയാം, മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം കംപ്ലീറ്റ് ആവണമെങ്കിൽ കുറച്ച് റിപ്പീറ്റേഷൻ ഒക്കെ വേണം കേട്ടാ. അത് ഹൃദയത്തിലേക്ക് തുടങ്ങണ്ടേ? ജപമാല കുറെ കേട്ടിട്ടുണ്ട്, കുറെ ചൊല്ലും, തീരുമാനിക്കും, നമ്മൾ ശ്രമിക്കും. ഒരു ജപമാല ജപിക്കും, നമുക്ക് ഉറക്കം വരും, പകുതി വെച്ച് നിർത്തും. വിശുദ്ധ പാദ്രോമിയും പറയാറുണ്ട്. ഇതില് ആഡ് ചെയ്തിട്ടൊരു കാര്യം പറയാം. വിശുദ്ധ പാദ്രോമിയും പറയും, എനിക്കും അനുഭവപ്പെട്ടിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്കും അങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ടാവും, അല്ലെ? ഒരു 5 ജപമാല ഒറ്റയടിക്ക് വാശിയിലിരുന്ന് ചൊല്ലാൻ നമുക്ക്. പക്ഷെ ഒരു ജപമാല ചൊല്ലുമ്പോ തന്നെ നമുക്ക് മടുപ്പ് വരും, ഇല്ലേ? മടുപ്പ് വരില്ലേ ചേച്ചി? മടുപ്പ് വരാത്തവരുണ്ടാവും. ഒന്ന് കൈകൊണ്ടിച്ചാലോ എനിക്ക് അവരോട് പ്രത്യേക സ്നേഹം തോന്നാം. കാരണം എന്താ വെച്ചാല് അവര് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോരാവും, അല്ലെ? അങ്ങനെ ഉണ്ടാവും. മടുപ്പ് തോന്നാത്തവര് നമുക്ക് കുറേശ്ശൊക്കെ മടുപ്പ് തോന്നും. വിശുദ്ധ പാദ്രോമിയെ പറയാണ്, നമ്മുടെ പരിശ്രമത്തിന്റെ തീരുമാനം, അതായത് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണേ ഇതൊന്ന് പരിശ്രമിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക, അത് തന്നെ ഈശോ അവിടെ ഏറ്റെടുത്ത് കിട്ടുന്നവരാണ്. മനസ്സിലായ? നമ്മുടെ പ്രാർത്ഥനയുടെ സ്വരം ഈശോ ഏറ്റെടുത്ത് കഴിഞ്ഞ് എപ്പോ? പരിശ്രമത്തിലൂടെ, നമ്മുടെ ആഗ്രഹത്തിന് നമ്മൾ പരിശ്രമിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ. ചിലപ്പോൾ ഒരു രഹസ്യം പകുതിയാകുമ്പോഴേക്കും നമുക്ക് മടുപ്പൊന്നും ചിലപ്പോ, അല്ലെ? ചിലവർക്ക്, എല്ലാവർക്കും ഇല്ല. പിന്നെ ചിലവർക്ക് 2 ജപമാല 5 ജപമാല ചിലപ്പൊക്കെ ചിലപ്പോ മടുപ്പ് വരാറുണ്ട്. അപ്പൊ ആരോഗ്യം നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ പരിശ്രമം ബെസ്റ്റായിരുന്നു. പരിശ്രമം ബെസ്റ്റായിരുന്നു. അപ്പോ നമ്മൾ കാര്യം മനസ്സിലാക്കണം, നമ്മുടെ വിശ്വാസത്തിന്റെ ഡെപ്ത് കൂട്ടാനാണ് ഇതൊക്കെ നമ്മൾ ചെയ്യണത്, അല്ലേ? മാതാവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് എളുപ്പത്തിലൂടെ ഗ്രേസ് നമുക്ക് ഈശോയെ കിട്ടണം. ഈശോയെ കിട്ടണം പറയാൻ കാരണം, മാതാവിനെ എന്തിന് ചെറിയ തരത്തിലോ വലിയ തരത്തിലോ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് ഒരു ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ കാലത്ത് ചെറുപ്പക്കാരുടെ ധാരാളം ഉണ്ട്. ഞാൻ ബേസിക്കലി ഒരു ടീച്ചറാണ്, 10-30 വർഷമായി ടീച്ചർ. അപ്പൊ പിള്ളേരൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തിനു ഈ മാതാവിനെ കൂട്ടുപിടിക്കാണ്ട് നേരിട്ട് ഈശോയോട് ചോദിച്ചാൽ പോരെ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കണം. അതിന് ഈക്വലൈസ് ചെയ്തിട്ടാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് എളുപ്പത്തിൽ ചെയ്യാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് പെട്ടെന്ന് ഫിനിഷ് ആവും.
ഇവിടെ നമുക്ക് എളുപ്പമായിട്ടും ഞാൻ പറയുകയാണെങ്കിലേ നമ്മൾ ക്രിസ്ത്യാനികൾ ഗിഫ്റ്റഡ് പേഴ്സൺ, നമ്മളൊക്കെ ഓരോ വ്യക്തികളും ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ടവരാ. പക്ഷെ നമുക്ക് എന്താ ഈ അനുഗ്രഹം കിട്ടിയെന്ന് തോന്നാവുന്നത്? നമ്മുടെ വിഷമങ്ങൾ, വ്യാകുലതകൾ, പലതരത്തിലുള്ളതൊക്കെ അതെന്നെ നീറി ആലോചിച്ച് നമ്മള് സഹിച്ച് നടക്കുന്നത് കൊണ്ട് നമുക്കൊരു ബോധമില്ല. മനസ്സിലായ? ഞാൻ നേരെ മറിച്ച് ഒരുപാട് ക്ലേശമുള്ള ഒരു കുടുംബം എന്ന് വിചാരിക്കാം. സപ്പോസ് നമ്മൾ ചിന്തിച്ചു നോക്കിയേ, പലതരത്തിലെ വേദനകൾ അനുഭവിക്കുന്ന ഒരു കുടുംബം, രോഗത്താലും ക്ലേശത്താലും എല്ലാ തരത്തിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബത്തിലെ സന്തോഷവും ആനന്ദവും വളരെ അധികം അനുഭവിക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ടെന്ന് പറയുന്നത് നമ്മള് ഈശോയുടെ അനുഗ്രഹം കൃത്യമായിട്ടുള്ള പറയില്ലേ. നമുക്ക് എപ്പോഴാണ് നമ്മൾ അനുഗ്രഹം കിട്ടുക? നമുക്ക് നമ്മൾ മനസ്സിൽ കാണുന്നതൊക്കെ നിറച്ച് തരുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം കിട്ടുക. അപ്പൊ ഞാൻ എന്റെ ഇന്നലെ കുർബാനയില് വളരെ എനിക്കറിയില്ല, എനിക്ക് ഈ ഒരു അവസരം ടോക്കിന്റെ അവസരം തന്നതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു. കുർബാനയിൽ എനിക്ക് പെട്ടെന്ന് വന്ന ഒരു ചിന്തയാണ് എന്റെ മോൻ പെട്ടെന്ന് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോ എന്റെ ഉള്ളിൽ കുറെ ക്വസ്റ്റ്യനുകൾ വന്നു. എന്ത് ക്വസ്റ്റ്യൻ വന്നേ? എന്തിനാണ് എന്റെ മോനെ ഇങ്ങനെ ഈശോ ഇത്ര പെട്ടെന്ന് എടുത്തത്? എനിക്ക് എന്താണെന്നറിയില്ല, അത് നെഗറ്റീവ് ചിന്തയാണോ എന്ന് എനിക്ക് അറിയാം. എന്നിരുന്നാൽ പോലും നമ്മൾ മനുഷ്യരുള്ളൂ, നമുക്ക് ആ ചിന്ത അറിയാതെ വന്നു. ഞാൻ വിചാരിച്ചു ആരും കാണും, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരോട് പറഞ്ഞിട്ടില്ല, ആരോടും ഞാൻ പറഞ്ഞില്ല, ഞാൻ സെൽഫായിട്ടൊന്ന് ദുഃഖിച്ചോട്ടെ, വിഷമിച്ചോട്ടെ, എന്റെ മനസ്സിലേക്ക് വലിയ ഒരു ആശയം കയറിയില്ല. എന്നിട്ട് ഞാനൊന്ന് ദുഃഖിച്ചോട്ടെ എന്ന് എന്റെ മനസ്സിലേക്ക് ആരും അറിയണില്ലല്ലോ, ഞാൻ ഈശോയും മാത്രമല്ല അറിയുന്നുള്ളൂ. ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമുക്ക് വരും അല്ലേ? അപ്പോ നമ്മൾ അതിൽ തന്നെ ഞാനൊരു ചെറിയൊരു പാട്ട് പറഞ്ഞു മാത്രം. നമ്മുടെ കുടുംബത്തിൽ പലതരത്തിലുള്ള വേദനകളുടെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ നമ്മൾ എന്താ ചെയ്യാ? നിരാശയില് വീണ്ടും പോകും അറിയാതെ. ഇവിടെ പ്രാർത്ഥനയ്ക്ക് കൂട്ടുപിടിക്കാനുള്ള ഏറ്റവും വലിയ എളുപ്പമാർഗമാണ് നമ്മുടെ പരിശുദ്ധ അമ്മ. നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം, സിസ്റ്റർ മാതാവിനെ കൊണ്ടുവന്നു. ആർക്ക് കറക്റ്റ് ആൻസർ പറയാൻ നോക്കട്ടെ. മാതാവോടെ സിസ്റ്ററെ കൊണ്ടുവന്നു. ഞാൻ പറയുന്നത് ഞങ്ങളെ എല്ലാം ശ്രദ്ധിക്കേണ്ടത്. മാതാവിനെ കൊണ്ടുവന്ന സിസ്റ്ററെ നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്തെങ്കിലും തോന്നിയോ? പെട്ടെന്ന് പറയാൻ എന്തെങ്കിലും തോന്നിയോ? ആ സിസ്റ്ററിനോ മാതാവിന് എന്തെങ്കിലും തോന്നിയോ? ഇല്ല. തോന്നിയിട്ടുണ്ട്, അത് പറയാൻ പറ്റാണ്ടാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഞാനത് കൃത്യമായിട്ടൊന്ന് പറഞ്ഞാൽ തോന്നിയിട്ടുണ്ടാവും, ഉറപ്പാണ്. ആ മാതാവിന്റെ എക്സ്പ്രഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ ആ കൊണ്ടുവന്ന വ്യക്തി, അതായത് ആ സിസ്റ്ററിനെ നിങ്ങൾ ശ്രദ്ധിച്ചോ? സിസ്റ്ററിന്റെ സ്വരം ശ്രദ്ധിച്ചോ? ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടേ, അല്ലാതെ നമുക്ക് എന്തൊക്കെ എപ്പോഴാ കിട്ടാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കില്ല. ഈശോയെ ദേ സൗഖ്യം, ദേ ഇപ്പോ കുറെ നിയോഗങ്ങൾ, ഇതൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കുക. നോക്കൂ, ആ മാതാവിന്റെ ആ ഗ്രേസ്, ആ സിസ്റ്ററിൽ നിറയുന്ന ശബ്ദം നിങ്ങൾ ശ്രദ്ധിച്ചോ? ശബ്ദം, സിസ്റ്ററുടെ ശബ്ദത്തിന്റെ പ്രത്യേകത ശ്രദ്ധിച്ചോ? അതുപോലെ സിസ്റ്ററിന്റെ ആദ്യമായ വലിയ ടോപ്പൊന്നും ഇവിടെ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല. ഞാൻ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞ ഒരൊറ്റ കാര്യമാണ്, അതായത് സിസ്റ്ററിന്റെ ശബ്ദം. അതായത് ആര് കൊടുത്തതാ? മാതാവ് കൊടുത്തതാ അല്ലേ? മാതാവിനെ കൊണ്ട് നടക്കുക അല്ലേ? മാതാവിന്റെ സിസ്റ്ററിന്റെ ആക്ഷൻസ് ശ്രദ്ധിച്ചോ? അപ്പോ രണ്ടുപേരുടെയും എക്സ്പ്രഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കൊക്കെ ഇത് കിട്ടുന്നുണ്ട്, അവർക്ക് നോക്കിയിരുന്നാലൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് എപ്പോഴെങ്കിലും വീട്ടിൽ പോയി ഓർമ്മയൊക്കെ വരും. പക്ഷെ ഇതിങ്ങനെ വരുന്നില്ല അല്ലെ? വരുന്നില്ല. നമുക്ക് എളുപ്പത്തില് അനുഗ്രഹം കിട്ടാനുള്ള വഴികളില് ഓരോ പോയിന്റിനെ പറയാതെ സ്പ്രെഡ് ആയി പോവുക. ഇതൊരു മണിക്കൂർ തോന്നുന്നുണ്ട്. ഞാൻ വേഗം അവസാനിക്കുന്ന പോയിന്റിലേക്ക് വരാം. അതായത് എനിക്ക് അരമണിക്കൂർ തന്ന സാധാരണ 2 മണിക്കൂർ 3 മണിക്കൂർ ആവാറുണ്ട്. ഞാൻ എന്തായാലും ചുരുക്കാൻ നോക്കാട്ടെ. പോയിന്റിലേക്ക് വരാണ്. ജപമാല നമ്മൾ കൂട്ടുപിടിക്കണം അല്ലേ? ഞാൻ പറയുന്നത് ഏറ്റവും കുറവുള്ള ആളുകളാണ് നിങ്ങൾ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് പറയുന്നത്. അല്ലാണ്ട് നിങ്ങളിൽ കുറച്ച് വിശ്വസിച്ചിട്ട് നിങ്ങളിൽ കുറെ പ്രാർത്ഥന ഉണ്ടെന്നൊന്നും ഞാൻ മനസ്സിലാക്കില്ല. നമ്മളിൽ എല്ലാവരും കുറവ് ധാരാളം
ഉണ്ട് എന്ന് ഉള്ള ബോധ്യത്തിൽ ഇരുന്നുകൊണ്ട് വേണം ചിന്തിക്കാനായിട്ട് കേട്ടാ. അല്ലാണ്ട് എനിക്ക് കുറെ പ്രാർത്ഥന ചൊല്ലി ഞാൻ കുറെ നന്മ ചെയ്യുന്ന ആളാണ് എന്നുള്ള ചിന്തയിൽ ഇരിക്കുന്നവർക്ക് ഉള്ളതല്ല ഈ പറയുന്ന കാര്യം. ഫസ്റ്റ് നമ്മൾ ആദ്യം ചിന്തിക്കണം, ജപമാലയിലൂടെ വളരെ എളുപ്പത്തില് നമുക്ക് ഈശോയുടെ അനുഗ്രഹം മേടിക്കാൻ പറ്റും അല്ലേ? പറ്റും. ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളാ. ഇത് അപരിചിതമായിട്ട് കേൾക്കണമെന്ന് നോക്കിയിരിക്കുന്നു വേണ്ട, ഇതല്ലേ വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത. അതിന് നമ്മള് വിശുദ്ധ ആരോഗ്യം പറഞ്ഞു അല്ലേ? അവിടെയും നമുക്കൊരു സബ്സിഡി, ഒരു എളുപ്പമാർഗം വിശുദ്ധ ആരോഗ്യം പറഞ്ഞതാണ്. എന്താ പറയുന്നത്? നിങ്ങള് ആഗ്രഹിച്ചുകൊണ്ട് ജപമാല ചൊല്ലാനിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് തോന്നും. എല്ലാ യുവജനങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഹൃദയങ്ങളുടെ ഇടവകയിലോ ഈ പ്രദേശത്തുള്ള എല്ലാ യുവജനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തില് വലിയ തീരുമാനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും കൂടി ചേർത്ത് വെച്ച് അവരുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. കണ്ണുകളടയ്ക്കാം, കൈകൂട്ടാം. നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലേ. പെസഹ തിരുനാളിൽ കർത്താവിന്റെ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരു ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുകയും അവിടുത്തെ ആദരത്തിൽ രാപ്പകൽ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. സിംഹാസനസ്ഥൻ തന്റെ സാന്നിധ്യത്തിന്റെ കൂടാരത്തിൽ അവർക്ക് അഭയം നൽകുന്നു. ഇനി ഒരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയില്ല. വെയിലോ ചൂടോ അവരുടെ മേൽ പതിക്കുകയില്ല. എന്തെന്നാൽ സിംഹാസനാന്ത്യത്തിലിരിക്കുന്ന കുഞ്ഞാട് അവനെ മേയിക്കുകയും ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നയിക്കുകയും ചെയ്യും. ദൈവം അവരുടെ കണ്ണുകളിൽ തുടച്ചു നിൽക്കും.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്തുതി. കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ എപ്പോഴും എന്നേക്കും ആമേൻ. 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 മറിയമേ ചൊല്ലുമ്പോ സാധാരണ അടിച്ചടിച്ചടിച്ചടിച്ച് ചമ്മട്ടി കൊണ്ട് അടിക്കണം വേദിക്കുന്നത് ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുക. ഒരു ജപമാല ചൊല്ലുമ്പോ സാധാരണ പൊള്ളലേൽക്കുന്ന പോലെയാണ്, സാധാരണ പൊള്ളലേൽക്കുന്ന പോലെ എന്ന പോലെ അവനെ വീട്ടിൽ കടത്താണ്ട് ബന്ധിപ്പിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ പലരുടെയും വീടിന്റെ പടിക്കൽ വരെ അനുഗ്രഹങ്ങൾ നിൽക്കുക, പടിക്കൽ വരെ. പക്ഷെ ഉള്ളിൽ ഒരു കിരീട സമർപ്പണ നേരത്ത് ഓരോ കാർഡ് പ്രേക്ഷകര് വചനം അത് വീട്ടിൽ കൊണ്ടുപോയി ഒട്ടിക്കണം, പുറത്തൊട്ടിക്കണം, അല്ലെങ്കിൽ ഉള്ളിലൊട്ടിക്കൂടി ഒട്ടിക്കണം. ഇത് എഴുതുക, ഇത് എഴുതും. സാധാരണ ബന്ധിപ്പിക്കുന്ന പ്രാർത്ഥന ഇതാ കർത്താവിന്റെ കുരിശ്. നരകശക്തികളെ ഓടിപ്പോകുവിൻ, നരകശക്തികളെ ഓടിപ്പോകുവിൻ, കരയാതിരിക്കൂ. യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ രണ്ടു അഥവാ വീട്ടിലേക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് പേരുമായവൻ വിജയിച്ചിരിക്കുന്നു. വെളിപാട് 5:5 ഒരു പ്രാവശ്യം കൂടി പറയാം, പിന്നെ പറയാം. അതായത് വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അച്ഛന്റെ അടുത്ത് ഒരു മനുഷ്യൻ നിരീശ്വരവാദിയും മനോരോഗിയും കഠിനഭാവിയുമായ ഒരു മനുഷ്യന്റെ ഭാര്യ രോഗം മൂർച്ഛിച്ച് അത്യാസന്ന നിലയിൽ കിടക്കുമ്പോൾ നിരീശ്വരവാദിയായ കഠിനഭാവ ചാവുദോഷത്തിൽ കിടക്കുന്ന ഈ മനുഷ്യൻ, ദൈവമില്ല എന്ന് പറയുന്ന മനുഷ്യൻ അച്ഛന്റെ പള്ളി മേടയിലേക്ക് ഓടി വന്നിട്ട് അന്തോണീസ് പുണ്യാളൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എന്റെ ഭാര്യ മരിക്കാറായി, എനിക്ക് ദൈവത്തിന് വിശ്വാസമില്ല, ഞാൻ കഠിനഭാവിയാണ്, പക്ഷെ എന്റെ മനോരോഗിയും കഠിനഭാവിയും നിരീശ്വരവാദിയുമായ എന്റെ ഭാര്യയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഇതാണ് ഈ പ്രാർത്ഥനയുടെ തുടക്കം. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഞാൻ കുർബാനയ്ക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്, അതുകൊണ്ട് ഞാനൊരു പ്രാർത്ഥന എഴുതി തരാം. ഒരു പ്രാർത്ഥനയിൽ ഒരു വചനം ചാലിച്ച് ഞാൻ എഴുതി തരാം. അത് കൊണ്ടുപോയിട്ട് നീ തലയിണ അടിയിൽ വെക്കുക. കാരണം പ്രാർത്ഥിക്കാൻ നിരീശ്വരവാദിയാണ്. നിന്റെ ഭാര്യയുടെ തലയിണ അടിയിൽ വെക്കാം, പൈപ്പുള്ള സംഖ്യ കിട്ടും. ഇയാള് അങ്ങനെ ഇതാ കർത്താവിന്റെ കുരിശ്, നരകശക്തികളെ ഓടിപ്പോകുവിൻ എന്നുള്ളത് പ്രാർത്ഥനയായിട്ടും കരയാതിരിക്കൂ എന്ന് മുതലുള്ളത് വെളിപാട് 5:5 വചനമായിട്ട് ചാലിച്ച് പേപ്പറിൽ എഴുതി കൊടുത്തു. മനസ്സിലായോ? ഒരു കലയിൽ പറഞ്ഞേ പ്രേക്ഷകരെ സജീവമായിട്ട് ഇവരെ നോക്കണം കേട്ടാ. കൈ പോകാത്തൊരു ചിലപ്പോ കൈ ശോഷിച്ചവരാവും. നമ്മൾ അങ്ങനെ പോയി സൗഖ്യം കൊടുക്കണം. കണ്ടാവില്ലേ? കൈ ശോഷിച്ചവരെ നടുവിലേക്ക് നിർത്തിയിട്ട് അങ്ങനെ നോക്കിയിരിക്കണം. കണ്ണിന്റെ കാര്യം പറഞ്ഞിട്ട് വിശേഷത്തിലേക്ക് കടന്നു. ഇത് പറഞ്ഞു ശരിയാവില്ല. പരിസ്ഥിതി പറഞ്ഞു, എല്ലാവരും എന്റെ പ്രേക്ഷകരടക്കം പറഞ്ഞു, ഈ ഭക്ഷണത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. നല്ല സുഗന്ധം, മാതാവിന്റെ സുഖത്തായതുകൊണ്ട് തിരിച്ചറിയാം. എല്ലാവരും സാമ്പാറൊക്കെ നല്ലതായിരുന്നു പറയുന്നത്. പിന്നെ മാതാവിന്റെ എന്തുകൊണ്ട്
സിസ്റ്റി കയറിയോ ഒരു എണ്ണം പോലും വല്ലണ്ട മൈക്ക് തന്നെ താഴെ വീഴും. അതിനുള്ള തിരുവചനത്തിൽ പറയുകയാണ്, നിങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, ആഹ്ലാദിക്കുന്നവൻ സ്തുതിഗീതം ആലപിക്കട്ടെ. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. അവന്റെ പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. അവനെ എഴുന്നേൽപ്പിക്കും. Praise the Lord. അപ്പൊ എന്താണ് ഒട്ടിത്തത്തെ പ്രശ്നമാണ്? ഒട്ടിത്തത്തെ പ്രശ്നമല്ല, രോഗിക്ക് ലേഖനം ശാരീരികമായി, മാനസികമായി, മാനവീയമായി ഒക്കെ രോഗികളാണ് നമ്മൾ. ഞാൻ ഇത്രയും സംസാരിച്ച് വിശുദ്ധിയിലെ നിൽക്കണം. ഇവിടെ ഞാൻ അവിടെ നടക്കുക, രണ്ട് ചേച്ചിമാരെ പാവങ്ങളെ സഹായിക്കാൻ വരും. ഒരു കാര്യം പറയാനുണ്ട്, ഒന്ന് സംസാരിക്കില്ല. അപ്പൊ സംസാരിക്കില്ല. അപ്പൊ ഞാൻ തോന്നുന്നു, അയ്യോ പാപ്പങ്ങൾ അത് പാപ്പായി ഇതിന് പാപ്പായി അല്ലേ? ആത്മാവിന്റെ പിന്നാലെ ആത്മാവിനാരുടെ പരിശുദ്ധാത്മാവും അല്ലേ? ഒരു മിനിറ്റ് ചേച്ചി ചോദിക്കായിരുന്നു. നിമിഷം പാവാണ്, നിമിഷത്തിന് പാവമില്ല, നിമിഷം. അങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം? ദണ്ഡ വിമോചനങ്ങൾ സമയം അടിക്കരുത്. ദണ്ഡ വിമോചനങ്ങൾ എന്തെങ്കിലും എഴുതിയിരിക്കാം. നിങ്ങൾക്ക് പറ്റാവുന്ന കാരണം പ്രോഗ്രാം മിനിസ്ട്രി യൂട്യൂബ് ചാനൽ കാണണം. അതിന് ഞാൻ ഇതിനെ പറ്റി ഇപ്പൊ എഴുതുന്നത്. ഇപ്പൊ മറ്റതൊക്കെ വിട്ടു, ഇപ്പൊ ഇതായി. ഇത് ഒരിക്കലും പറയണം. നമുക്ക് ഒറ്റക്കെട്ടായിട്ട് സ്വർഗത്തിൽ പോകണം. ശുദ്ധീകരണം നമുക്ക് വേണ്ട, അതാണ് ലക്ഷ്യം. ശുദ്ധീകരണത്തിന്റെ കുറച്ച് നാളുകളിൽ വേണ്ട, കുഴപ്പമില്ല, എങ്ങനെയും നമുക്ക് തട്ടി വീണോളൂ, അങ്ങനെ വിചാരിക്കരുത്. ശുദ്ധീകരണം നമുക്ക് വേണ്ട, നമുക്ക് സ്വർഗം തന്നെ കിട്ടണം. ഓരോ നിമിഷിച്ച് നല്ല ഇത് ചെയ്യാൻ എളുപ്പമാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങളൊന്ന് മനസ്സിലാച്ചാൽ, ഇത്രയും പേര് മനസ്സിലാച്ചാൽ ഈ ദേശം വളർന്നു. അച്ഛനാണിയുടെ എന്തൊക്കെ ചെയ്യണം? ദിവ്യകാരുടെ വിദ്യാരാധന നമുക്ക് ചെയ്യുന്നല്ല, കുറെ കാര്യങ്ങൾ അച്ഛൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. ഒരു മെസ്സേജ് കിട്ടിയത് പറഞ്ഞാൽ അതിലുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് എടുക്കായിരുന്നു. ദണ്ഡവിമോചനം എഴുതിയാ, ദണ്ഡവിമോചനങ്ങൾ 2 അറിവുണ്ടെങ്കിലും എഴുതിക്കോ, മനസ്സിലെഴുത്ത്. ദണ്ഡവിമോചനങ്ങൾ 2. 1 പൂർണ്ണ ദണ്ഡവിമോചനം, പൂർണ്ണ ദണ്ഡവിമോചനം. 2 ഭാഗിക ദണ്ഡവിമോചനം. എളുപ്പമാണ് സ്വീകരിക്കാൻ. ഭാഗിക ദണ്ഡവിമോചനം എന്താണ്? ദണ്ഡവിമോചനം കുറെ കാര്യങ്ങൾ പറയാണ്ട് ചുരുക്കി പറയാം. പാപങ്ങൾ കൊണ്ട്, പാപം കൊണ്ട് അതിലേക്ക് പാപമാകാം, മാരക പാപമാകാം. പാപങ്ങൾ കൊണ്ട് എന്റെ ശരീരമാകുന്ന ദേവാലയത്തിന് ഏറ്റ ദണ്ഡനങ്ങൾ കഴുകി കളയുന്നു. അല്ലെങ്കിൽ ആ ദണ്ഡനങ്ങളിൽ നിന്നുള്ള മോചനമാണ്. ദണ്ഡനങ്ങളിൽ നിന്നുള്ള പാപം വഴി എനിക്കേറ്റ ദണ്ഡനങ്ങളിൽ എന്റെ കുടുംബത്തിനേറ്റത്, എന്റെ ദേശം നിങ്ങളൊന്ന് നോക്കിക്കോട്ടെ. അവിടെ യുക്തി മക്കളെ രാത്രി 9 മണിക്ക് പ്രാർത്ഥന കഴിയും. പ്രാർത്ഥന കുടുംബ പ്രാർത്ഥനയ്ക്കൊന്നും ഒരു വിശേഷം പറയാം. വിശേഷം ഒരു കുടുംബ പ്രാർത്ഥന ഞാൻ കണ്ടത് ഞാൻ അഭിനയിക്കാം. മണി 8 സമയം ശരി, 8 മണിക്ക് കുടുംബ പ്രാർത്ഥന. അപ്പൻ 45 വയസ്സായ അപ്പൻ 4 കൈയുള്ള കസേരയിൽ ഇരുന്നു. നന്നായിട്ട് കൊണ്ടുവന്നാ കസേരയിൽ ഇരുന്നു. 35 വയസ്സായ അമ്മ വന്ന് സോഫയിലാണ്. അമ്മയ്ക്ക് മാതിരാണ് സോഫയിൽ, അമ്മമാർക്കെല്ലാം മാതിരിട്ട് അവർക്കരുത് അല്ലേ ചേച്ചി? കറക്റ്റ്. അമ്മ വന്ന് 35 വയസ്സായ അമ്മയോട് നമ്മൾ വാതിൽക്കലിരുന്നു. MBA പഠിക്കുന്ന പെൺകുട്ടി സോഫയുടെ ഇടയിലിരുന്നു. പുസ്തകം പോലത്തെ ഒരു മൊബൈൽ, മറ്റേ പേരുന്ന ടാബ്ലറ്റ്, അത് സോഫയിൽ വെച്ചിട്ട് വീട്ടിൽ പഠിക്കുന്ന 22-കാരൻ സൗസറിട്ട് കുടുംബ പ്രാർത്ഥന സൗസറിനല്ലോ ഇതിൽ പറയുക. ലഗീവന്റെ പുസ്തകമല്ല, ഇവരൊക്കെ പൂരി കളഞ്ഞോ? ലഗീവൻ
ലെഗിയോന്റെ വസ്ത്രം, ലെഗിൻസ് ലെഗിയോന്റെ വസ്ത്രം. അതിന്റെ പേര് അപ്പോ ബർബോഡ ഓർമ്മ വന്നു. ഈ ബർബോഡയിൽ ഇട്ട് 25 വയസ്സുകാരൻ പള്ളി മൈതാനത്തിൽ ചേർന്ന് ഫുട്ബോൾ അടിച്ച് മലർന്ന് അടിച്ച് മഞ്ചായിട്ട് മണ്ണോട് മണ്ണിൽ കുളിർത്ത് ഓടി നടയിലേക്ക് കൂടെ പോകും. 8 മണിക്കത്ര പ്രാർത്ഥന നടത്താ. അവൻ ഒരു കസേരയിലോടെ ഒറ്റയെങ്കിലും 2 കാലുകൾ നിർത്തിയ വെച്ചു. എല്ലാവരും പൊസിഷൻ മനസ്സിലായല്ലോ പ്രാർത്ഥനയ്ക്കുള്ളത്. സന്തോഷമായി. എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ സിസ്റ്റം അക്രമാണ്. കുറച്ച് കൂട്ടി പറഞ്ഞാൽ പറയുന്ന ചെലവ് ഇവിടെ പറഞ്ഞ ചെലവ് അപ്പം പറഞ്ഞു. ആരോട്? വീട്ടുകാരനോട്. വീട്ടുകാർക്ക് ഈ പുസ്തകം ജപമാല 5 ജപമാല ദൈവം സഹായിച്ച് രൂപ കൂടിന്റെ അവിടെ ഞാന്ന് എടുക്കുന്നുണ്ട്. 5 ജപമാല എടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ കയ്യിൽ ജപമാലിക്ക. ഓരോരുത്തരും ആ സമയമാകുമ്പോൾ ഈ ജപമാല ചെയ്യണം. അപ്പൊ ഇവർക്ക് MBA അപ്പൻ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന കാര്യം പറയും. ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പറയുന്നത് അവളുടെ ടാബ്ലറ്റും സീരിയൽ അമ്മ കയറി ഒന്ന് സ്തുതി കൊടുത്ത് ഒന്നുമില്ല. നടന്നിട്ട് നിങ്ങൾ പറയും എന്ത് പാപം സഹിക്കാനില്ലേ? അതുകൊണ്ട് കുറച്ച് കാര്യം പറയണം. ദുഃഖത്തിന്റെ പാപത്തിന്റെ മേഖല. പ്രിയപ്പെട്ടവരെ, ഒരു തിരുപ്പട്ടം സ്വീകരിക്കാൻ ഞാൻ പോയി. അവിടെ നാട്ടിലുണ്ടായിരുന്നു നല്ല ഇതുണ്ട്. 50 പേരുടെ ബസ് പറയാൻ പറ്റുന്നില്ല. നിങ്ങൾ ആരോട് പറഞ്ഞാലും കുഴപ്പമില്ല. പറയാനുള്ളത് കുരിശിന്റെ വഴി ചെയ്യും. നിങ്ങൾ ആലോചിക്കേ, 14 സ്ഥലം കുരിശിന്റെ വഴി പൂർണ്ണ ദണ്ഡമോചന. ഇത് എത്ര പേര് മനസ്സറിഞ്ഞ് അറിഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്? ഇനി മുതലേ മനസ്സറിഞ്ഞ് ചെയ്യാം. ഇന്ന് വരെ ഞാൻ ചെയ്ത പാപം, എന്റെ ഭർത്താവ് ചെയ്ത പാപം, എന്റെ പൂർവ്വീകർ മരിച്ചുപോയവർ ചെയ്ത പാപം. ഒരു സിസ്റ്ററിന്റെ മുന്നിൽ കൗൺസിലിംഗിന് വന്നിരുന്നപ്പോ ചോര കാണിച്ചു. ചുമരുന്ന ചോര കാണിച്ചിരുന്നില്ല. ആദ്യം പറഞ്ഞില്ലേ നന്നായിട്ട് പൂർവ്വീകരുടെ പാപം ഭയാനകമാണ്. അവരെ തിരിച്ചറിയിക്കാണ്ട് ചെയ്തു. പക്ഷെ അനുഭവിക്കേണ്ടത് ചെയ്തോ? 14 ശരിയാ വഴിയുടെ പുസ്തകമൊക്കെ നമ്മുടെ വീട്ടിൽ 5 കാര്യങ്ങൾ. ഒന്ന്, വെഞ്ചിരിച്ച തിരി, വെഞ്ചിരിച്ച ഉപ്പ്, വെഞ്ചിരിച്ച വെള്ളം, ഒരു കുരിശ്, ജപമാല. നിങ്ങൾ ഒരു മൂലയിൽ വെക്കാം. അവസാന കാലഘട്ടത്തിന്റെ മുന്നറിയിപ്പുകൾ, അവസാന കാലഘട്ടമായിട്ടില്ല കേട്ടോ, അതിന് വിചാരിക്കരുത്. മുന്നറിയിപ്പുകൾ കർത്താവ് തരും. ഇത്രമാത്രം പാപം കാരണം കഴിയുമ്പോ വേഗം തിരികത്തിച്ചു
ആ നേരത്തെ ജവാനൊക്കെ പോയിട്ട് കൂലിയുണ്ട്. ജവാനൊക്കെ കാണില്ല. പുറത്തിറങ്ങിയിട്ട് വാതിൽ ജനലുകൾ കൊട്ടിയടക്കണം. ലോകത്തിന്റെ ഭാര്യ പോലെ എന്താണ് നടക്കുന്നത്? ജനൽ നോക്കരുത്. ഭാര്യ ജനലുകളുടെ പുതുമണായിട്ടിരിക്കണ്ടാവും. ഭർത്താവ് മക്കൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ എന്താ വിളിക്കേ? എന്ത് വിളിയെന്നാണ് ഇതുവരെ പറഞ്ഞത് മനസ്സിലായത്? രണ്ട് ജപമാല. നമ്മളൊരു ജപമാല ചിലപ്പോൾ നിങ്ങൾ നിസ്സാരമായിട്ട് വിചാരിക്കണ്ട. 5 രഹസ്യം ഒരു പഠിപ്പിച്ച് ഒരു സംസ്കൃതം കത്തിച്ചെങ്കിൽ ഞാൻ ആ ഓർക്ക വെച്ചിട്ട് നോക്കിക്കളെ പോയി ആത്മനിച്ചണം ഭാഗികം ചെയ്യുന്നവരൊക്കെ അപ്പൊ ചിരിക്കുന്നത് വളരെ നിഷ്കളങ്കര ഈ മറ്റത്തില് ജപമാല. അടുത്തത് ദിവ്യകാരുണ്യ ആരാധന. ഇവിടെ ദിവ്യകാരുണ്യം എഴുതിച്ച് വെച്ചിട്ട് കാര്യമില്ലേ? 30 മിനിറ്റ് ദിവ്യകാരുണ്യത്തിന് വിളിച്ചെത്തിയിരിക്കാം. പൂർണ്ണതല്ല പൂർണ്ണതല്ല ശരിയാവോ പഠിച്ചോണ്ടിരിക്കാം. അതല്ലാണ് ആരാധന. ദിവ്യകാരുണ്യ ആരാധന ഈശ്വരന്റെ വെച്ച സ്ഥലങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ നല്ലത്. അഥവാ വെക്കാത്ത പള്ളിയുടെ ഇടവകയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആ പള്ളിയിലെ 1 മണിക്കൂർ ഇരിക്കുക. നിങ്ങൾക്കൊക്കെ മരുമൂട് അടിക്കള മരുമൂട് കയ്യേറിയതൊക്കെ 1/2 മണിക്കൂർ പള്ളിയിൽ ഇരുന്നിട്ട് പോയാൽ മതി. പിന്നെ ഉച്ചയ്ക്ക് ഉള്ളി സപ്പോളല്ലേ നന്നാക്കി കൊടുക്കട്ടോ. അതിന് ഇപ്പൊ സമയം നോക്കണ്ട, വിട്ടുതരില്ല. ചേച്ചിയെ വരുമ്പോഴല്ലേ എല്ലാം ചെയ്യണേ? വിട്ടണ്ട, ഞാനൊരു പൈന നോക്കി ലക്ഷണ സാലറി ജേസി കസ്റ്റഡിയിൽ പക്ഷേ സാന്നിധ്യം അനുഗ്രഹമാണ്. പിന്നാണ് കൗൺസിലിംഗ് 9 മണിക്കാണ് തുടങ്ങിയ കൗൺസിലിംഗ്. 5 എനിക്കുള്ള ചോറ് അതും മരുപ്പിടിക്കാൻ പോണ കാരണം വെള്ളം കേട്ടാൽ കാടപക്ഷിന്ന് പഠിപ്പിച്ചേക്കാം. കാടപക്ഷി പക്ഷി ഒന്നും വേണം, നമുക്കൊരു ജോലി തന്നത് പൂർണ്ണ സമ്മതിയാണ്. അപ്പൊ ഇതിന്റെ കഥയാണ് 30 മിനിറ്റ് കുറയാതെ ബൈബിൾ വായിക്കാം. തുടങ്ങിയപ്പോ ഞാനും തുടങ്ങാം, നിങ്ങൾ തുടങ്ങാം, നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. സ്വർഗം ലക്ഷ്യമായിട്ട് ഒരുമിച്ച് തുടങ്ങാം. നമുക്ക് ശുദ്ധീകരണ സ്ഥലം വേണ്ട. സാധാരണ ദൂരെ പോകാം, ദൂരെ പോകാം, ദൂരെ പോകാം. സമയം പ്രതീതാണ് 3 മണി. ഓക്കെ, അപ്പോ 30 മിനിറ്റ് കുറയുമെന്ന് പറയാൻ പറ്റുന്നുണ്ടെന്ന് പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, മനസ്സിലാവുന്നില്ല, ചെയ്യണമെന്ന് ആഗ്രഹമില്ല, രക്ഷപ്പെടുന്നില്ല, രക്ഷപ്പെടണം, മറ്റേ രക്ഷപ്പെടണം. ഈ വശത്തില്ലേ, ഈ വശക്കാരാണ് നിങ്ങൾ ഇങ്ങനെ ഇരിക്കണേ. രക്ഷപ്പെടുന്ന ആഗ്രഹമില്ല, ഗ്രൂപ്പിലിട്ടാ മതി. പ്രത്യേക ദിവസങ്ങള് പന്തക്കുസ്ത ദിവസം, പിന്നെ വലിയ നോമ്പിലെ വെള്ളിയാഴ്ചകൾ, വലിയ നോമ്പിലെ വെള്ളിയാഴ്ചകൾ, പെസഹ വ്യാഴാഴ്ച, ദുഃഖ വെള്ളിയാഴ്ച, പിന്നെ ഏതെങ്കിലും മാമോദീസ. മാമോദീസ ഉണ്ടാവില്ല, ഞങ്ങളെ ക്ഷണിച്ചിട്ടൊന്നുമില്ല, ക്ഷണിക്കണ്ട. നിങ്ങൾ പോയിട്ട് മാമോദീസ കൂടുക. ഭക്ഷണം കഴിക്കുന്ന നേരത്തെ ഒന്നും അറിയില്ല, വീട്ടിലേക്ക് പോയാ ഭക്ഷണം കഴിക്കുന്നതല്ല പ്രശ്നമോ? മാമോദീസ കൂടുന്നത് പ്രശ്നമില്ലല്ലോ. മാമോദീസ പള്ളിയിൽ നടന്നിട്ടെങ്കിൽ കൂടാൻ പറ്റിയ പൂർണ്ണതന്റെ വചനം. വൃത്തനഗരൂപിപ്പ് മാറ്റം, തിരുപ്പട്ടം, പള്ളി വെഞ്ചിരിപ്പ്. മനസ്സിലായ? അതാ ബന്ധുക്കൾ തന്നെ മാത്രമല്ല, പള്ളി വെഞ്ചിരിപ്പ്. അമ്മ ഞങ്ങളോട് പള്ളി വെഞ്ചിരിപ്പ് അയ്യോ ഉണ്ടാകും, പൂർണ്ണതന്റെ വചനം. ഇന്ന് ഞാൻ മരിച്ച സ്വർഗത്തില് ദൈവകരുണയുടെ തിരുനാൾ. അതെന്താണ്? ഈസ്റ്റർ കഴിഞ്ഞ
സിമിത്തേരി ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, കുർബാനയ്ക്ക് കൊടുത്തു കഴിഞ്ഞ് പോരുമ്പോ നേരെ മടക്കി വന്നാൽ മതി. പക്ഷെ ഞാൻ ഒന്നും വിചാരിച്ചിട്ടില്ല, പക്ഷെ നിയോഗം വയ്ക്കാറില്ല. കുർബാനയ്ക്ക് കൊടുക്കാൻ പോണതായിരുന്നു. അപ്പൊ ഞാൻ എനിക്കത് ഇഷ്ടമുള്ള ശുശ്രൂഷ. കുർബാന കൊടുത്ത് കഴിയുമ്പോൾ അപ്പുറത്ത് സിമിത്തേരിയ. അപ്പൊ ഞാൻ ഈ ഇതിന്റെ കൂടെ വരാതെ സിമിത്തേരി ഉള്ളിൽ കൂടെ വെറുതെ അതിൽ കൂടെ കയറി വരും. എന്താണെന്ന് ചിന്തിക്കും, ദണ്ഡമോചന നമ്മൾ തോന്നിയില്ലോ, വെറുതെ ലാത്താണ പോലെ. പക്ഷേ നടന്നിരിക്കും സിമിത്തേരി കൂടെ നടക്കാൻ. സാധാരണ കൊണ്ടിരിക്കുന്നവരാണ്ട് സിമിത്തേരി കൂടെ മടത്തിന്റെ കൊണ്ടിരിക്കണം. പക്ഷെ ബോധ്യം കിട്ടിയത് പിന്നെ സിമിത്തേരി സന്ദർശനം, ക്രിസ്തു രാജ്യത്തെ തിരുനാൾ ടീച്ചർമാർക്ക് പറഞ്ഞു കൊടുക്കണം. ക്രിസ്തു രാജ്യത്തെ തിരുനാൾ വീഡിയോ ഇടാം, യൂട്യൂബ് ഇട്ടോ. കാർമൽ റൂഹ മിനിസ്ട്രി, കർമ്മല മാതാവ് പരിശുദ്ധാത്മാവും ചേർന്ന് നടത്തുന്ന മിനിസ്ട്രി കാർമൽ റൂഹ മിനിസ്ട്രി, CARMAL കാർമൽ റൂഹ തിരുവട്ടം. പിന്നെ പൗരോഹിത്യ ജൂബിലി 25 ആ ജൂബിലികള് ഇതൊക്കെ നമുക്ക് ഉണ്ട്. ഇടവക തിരുനാൾ, മധ്യസ്ഥന്റെ തിരുനാൾ സിസ്റ്റർമാരെ വെച്ചിട്ട് അങ്ങോട്ടേക്ക് വയ്ക്കും. പക്ഷെ ഞാൻ വിചാരിക്കാം ദണ്ഡവിമോചന വെറുതെ പള്ളിക്കോ വെച്ചത് എന്ത് ഭംഗിയോ, ലൈറ്റ് ഇട്ടത് എന്ത് ഭംഗിയാ. പക്ഷേ അവിടെ ദണ്ഡവിമോചനം ദണ്ഡവിമോചനം ഇടവക തിരുനാൾ, മധ്യസ്ഥന്റെ തിരുനാൾ, അത് നമ്മൾ പോണത് കേട്ടോ. ഞാൻ ഇനി പെട്ടെന്ന് നമ്മുടെ ഭാഗ്യം പറഞ്ഞുതരാം. ഇനി ഈ പുതിയത് നമ്മൾ ചെയ്യലോ, നമ്മൾ ഈ പൂർണ്ണ ദണ്ഡവിമോചനം ചെയ്യലോ, അത് ഒരു ദിവസത്തിൽ ഒന്നാണ് കേട്ടോ, ഒരെണ്ണം. കാരണം ഇതിന്റെ കണ്ടീഷൻ പറഞ്ഞാൽ നിങ്ങളുടെ മുഖം കുമ്പസാരിക്കണം, കുർബാന സ്വീകരിക്കണം, കാണണം, പരിശുദ്ധ മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം ഒരു സ്വർഗസ്ഥനായ ഒരു നന്മ നിറഞ്ഞ ഒരു ക്രിസ്തുതി ചൊല്ലണം. അങ്ങനെയാണ് പൂർണ്ണ ദണ്ഡവിമോചനം. അത് നമുക്ക് ദിവസത്തിൽ ഒന്നാൻ പറ്റണം. 5 പ്രാവശ്യം സംസാരിക്കാൻ പറ്റില്ലല്ലോ ദിവസം, മനസ്സിലായ? ഇനി ബാക്കിയത് അതോ കേൾക്കാം, അത് ഒരു ദിവസത്തെ ക്ലാസ് ഉണ്ട്. പോട്ടെ, ഭാഗിക ദണ്ഡവിമോചനം ആർക്കും ചെയ്യാം. ഭാഗിക എഴുത്ത് കണ്ണു തുറന്നിരിക്കും എല്ലാവരും, ആരും ഭാഗികം. ഒന്ന്, എത്രയും നേരം മാതാവിനെ ഇപ്പൊ മനസ്സിലായി ദണ്ഡവിമോചനം. വിശ്വാസ പ്രമാണം. ഇനി ഈ നാളിലെ കർത്താവിന്റെ മാലാഖ, പിന്നെ ഉയർത്തുകാരാകുമ്പോ സ്വർലോകരാജ്ഞി. എനിക്ക് പ്രാർത്ഥനകളിൽ അറിയില്ലേ, ഒരു പള്ളിയിൽ ചെന്നിട്ട് പവക്കൂക്ക് ഞാനും ബാറുക്ക് കവക്കൂക്ക് നാമും നെഗമിയ എന്നൊക്കെ പറയുമ്പോ സിസ്റ്റർ മുസ്ലിംസ് കേൾക്കണ്ടല്ല, ചേട്ടനായി പറയാം. മുസ്ലിംസ് കേൾക്കുന്നത് പ്രശ്നം കൂറാൻ സിസ്റ്റർമാരുടെ തലഘട്ടം നടക്കവേ മാമോദിസ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കേൾക്കണ്ട. സിസ്റ്റർ ഖുർആൻ പറയല്ലേ എന്ന് പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ പറഞ്ഞപ്പോ അവർക്ക് തോന്നിയത് ഖുർആൻ പറയണം. അത്ര അറിയുമ്പോ ഉൽപ്പത്തി യോഗങ്ങൾ എടുക്കാൻ പറയുമ്പോ ഉൽപ്പത്തി തപ്പും, ഉൽപ്പത്തി എടുക്കാൻ പറയുമ്പോൾ ഒരുപാട് തപ്പും. ബൈബിളൊക്കെ ഒന്ന് പരിചയപ്പെടേണ്ട. ഇനി മനസ്താപപ്രകരണം ചെല്ലിച്ച വിശേഷവും ചെല്ലിക്കട്ടെയാ. മനസ്താപപ്രകരണവും പ്രശ്നിച്ചില്ല ഭാഗ്യം. വിശ്വാസമാണ് പറഞ്ഞു. പരിശുദ്ധരായി കുരിശടയാളം എന്റെ തമ്പുരാനെ മറിയത്തിന്റെ സ്തോത്രം
ജപമാലയുടെ തുടങ്ങിയത്. 2 സങ്കീർത്തനങ്ങൾ, അത് ഇപ്പൊ കിട്ടിയതാണ്. സങ്കീർത്തനങ്ങൾ 51, സങ്കീർത്തനങ്ങൾ 130. അഗാധത്തിൽ നിന്ന് ദൈവമേ കനിയണമേ. 51 കനിയണമേ, 130 അഗാധത്തിൽ നിന്ന്. ഇത് നമ്മൾ രണ്ടും ഇടയ്ക്ക് ചെല്ലുന്നത് ഭാഗിക ദണ്ഡവിമോചനം. കുറെ ചെല്ലുകയാണ് നമുക്ക് വായിക്കാം. ഭാഗിക ദണ്ഡവിമോചനം. യേശുവിന്റെ തിരുഹൃദയ യുദ്ധനിയ. നമ്മൾ ഈ അടക്കരച്ച ഒരു പുസ്തകം അടിച്ചിറക്കിയിൽ ഈ വക പ്രാർത്ഥനകൾ നടത്തുന്നത് ഒരു മഞ്ഞ പുസ്തകം. അത് കിട്ടിയാൽ നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലുണ്ട്. യേശുവിന്റെ തിരുഹൃദയ യുദ്ധനിയ, യേശുവിന്റെ തിരുനാമ യുദ്ധനിയ, അതുപോലെ യേശുവിന്റെ തിരുരക്ത യുദ്ധനിയ. കേട്ടിട്ടുണ്ടാവുക ദൈവമേ. മറ്റേ കാര്യം എഴുതിയിട്ട് ആരെയല്ല പരിശുദ്ധ അമ്മയുടെ നിന്ന് നമ്മള് നമ്മുടെ അമ്മയെ കൊണ്ട് ദണ്ഡവിമോചനാണെന്ന് വിചാരിച്ചിട്ടല്ല. പക്ഷെ ഇന്ന് വിചാരിക്കാം അമ്മയ്ക്ക് എത്ര ദണ്ഡവിമോചനം കിട്ടണം, വെറുതെ ചെയ്യാം. ദണ്ഡവിമോചനം സകല കിട്ടി. ഭാഗ്യം കിട്ടിയിട്ട് അതിൽ നിന്ന് കിട്ടി ഭാഗിക ദണ്ഡവിമോചനം. പിന്നെ നമ്മുടെ ചെറുപ്പത്തിലൊരു പ്രാർത്ഥനയില്ലേ, മിശിഹായുടെ തിരുശരീരമേ എന്നെ രക്ഷിക്കണമേ, തിരുരക്തമേ എന്നെ തിരുപിടിപ്പിക്കണമേ, മിശിഹായുടെ ആത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ, തിരുവിലാവിലെ വെള്ളമേ എന്നെ കഴുകണമേ. അപ്പനമാരോടൊക്കെ ചോദിച്ചാൽ അവർക്ക് അറിയായിരിക്കും. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതൊന്നും അറിയില്ല. അറിയാം, അറിയാം, ഇപ്പോഴുണ്ട്, ഈ തലമുറയിലുണ്ട്. ഈ 100 വയസ്സായ അമ്മച്ചിമാർക്കുള്ളത് എന്ന് വെച്ചാൽ 80 കഴിഞ്ഞിട്ടുള്ളവർക്ക് എല്ലാവരും എനിക്ക് അവർ ഭയങ്കര വിശുദ്ധരാണ്. 80 വയസ്സ് കഴിഞ്ഞവർക്ക് പറഞ്ഞാൽ പറഞ്ഞു പെട്ടെന്ന് നിർത്താൻ കുറേ പറയാനുണ്ട്. നമുക്ക് സമയത്തേക്ക് ഉണ്ടായി. പിന്നെ അടുത്ത സമയം വേറെ പ്രദേശം ഷെയർ ചെയ്യും. നമുക്ക് ഒരു ധ്യാനം പോലെ വരണം. കുറച്ച് സമയം കൊണ്ട് ഇതൊന്നും നടക്കില്ല. ഇത് കഴിഞ്ഞ് നമ്മൾ നല്ലൊരു സ്തുതിപ്പോട് കൂടി നമ്മൾ നിർത്തുകയാണ്. വേറെ ഈ ശുശ്രൂഷകൾക്കൊന്നും ഇനി സമയമില്ല. അതുകൊണ്ടാണ് സിസ്റ്റർ പറയുന്നത്. പിന്നെ വചനം എന്താ കാര്യം ഇങ്ങനെ പറയാൻ നേരം കേട്ടാ. സങ്കീർത്തനങ്ങൾ 127:1. സങ്കീർത്തനങ്ങൾ 127:1. സങ്കീർത്തനങ്ങൾ 127:1. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കുഞ്ഞുങ്ങൾ സങ്കീർത്തനങ്ങൾ 127:3. സങ്കീർത്തനങ്ങൾ 127:3. കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. ശത്രുത 2 മക്കളായ 8:18. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അഗ്നി ചെന്നത്താൽ തറപ്പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെയും അഗ്നിചലനം കൊണ്ട് തറപ്പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. പഠന വിജയം ഫോർ സ്റ്റഡി. നെഹമ്യാ 2:20. സ്വർഗ്ഗത്തിന്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും. സെഫാനിയ 3:17. വിജയം നമ്മുടെ കുട്ടിയുടെ പറയില്ല. സാമ്പത്തികം പ്രഭാഷകൻ 11:22. കർത്താവിന്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം. അത് ക്ഷമതയോടെ പോകണമെന്നു ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. കർത്താവിന്റെ അനുഗ്രഹമാണ് ദൈവഭക്തന്റെ സമ്മാനം. അത് ക്ഷമതയെ കൊണ്ടുപോകണേന്നു ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. രോഗം ഫോർ ഡിസീസ്. ജ്ഞാനം 16:10. പ്രഭാഷകൻ 38:9. അവരെ നമ്മുടെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുക. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ അവരുടെ നാമം കേൾക്കുക. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. യാക്കോബ് 5:15. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും.
അമ്മയുമായിട്ട് സഞ്ചരിക്കുന്ന ഈ സിസ്റ്ററിന്റെ ടീമിന്, അവിടെ ശുശ്രൂഷകളെ വളരെ വർഷങ്ങളായിട്ട് അവർ ശുശ്രൂഷയിലാണ്. നമുക്ക് ആ സിസ്റ്ററിനെയും അവിടെ ചെയ്യാൻ ഇനിയും ദൈവം എടുത്തുപയോഗിക്കാൻ പോകുന്ന ഓരോ ശുശ്രൂഷകളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായിട്ട് ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് കൊടുക്കാം. നമുക്കിന്ന് രാവിലെ മുതൽ ഇത്രയും പേർക്കൂടെ കടന്നു വന്ന് ഒത്തിരി കാര്യങ്ങൾ ഈശോയെ കുറിച്ചും അതുപോലെ നമുക്ക് അവസാനം ദണ്ഡവിമോചനങ്ങളും ഭാഗ്യ ദണ്ഡവിമോചനങ്ങളും വചനങ്ങളും ഒക്കെ പ്രാർത്ഥനകളും ഉദാശകളൊക്കെ കുറിച്ചും പറഞ്ഞു തന്ന ഈ സിസ്റ്ററിനെയും ടീമിനെയും കാലത്ത് വന്ന സഹോദരനെയും അതുപോലെ വചനം പങ്കുവെച്ച സഹോദരനെയും എല്ലാവരെയും നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് അവിടെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന്, ഇവിടെ എന്തൊരു പുത്തൻ അഭിഷേകം ആ കൂട്ടായ്മയ്ക്ക് നൽകണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്തുതിക്കാം. നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മടക്കയാത്ര ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. ഇന്ന് നമുക്ക് ദൈവം ഒരുക്കിയ ദിവസമാണിന്ന്. നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം. ആ ഒരു വചനം നമ്മുടെ മനസ്സിലേക്ക് ഓർക്കാം. പ്രത്യേകമായി നമ്മൾ കേട്ടു, വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് നീങ്ങേണ്ടതായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ, വളരെ നിർണായകമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ, വളരെ സങ്കീർണമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത്. നമ്മൾ അറിയാം, 2033 നമ്മൾ ഒരുങ്ങുമ്പോൾ, 2033 നമ്മുടെ സഭ രൂപീകൃതമായിട്ട് 2000 വർഷത്തിന് മഹാജൂബിലിക്ക് ഒരുങ്ങുമ്പോൾ ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിച്ച് എവിടെയും സുവിശേഷം എത്തപ്പെടുവാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതിൽ ഞാനും നിങ്ങളും, പ്രത്യേകിച്ച് ടീമംഗങ്ങൾ, ഈ പ്രത്യേകിച്ച് ശുശ്രൂഷ നയിക്കുന്ന സിസ്റ്റേഴ്സും ടീമംഗങ്ങളും എല്ലാവരും ഉത്തരവാദിത്തപ്പെട്ടവരാണ്. പാമോസ സ്വീകരിച്ച ഓരോ വ്യക്തിയും അതിൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ആ കർത്താവിന്റെ ആ സുവിശേഷം ലോകം മുഴുവൻ എത്തിപ്പെടുവാനായിട്ട് ദൈവമേ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് എടുത്ത് ഉപയോഗിക്കണമേ. അതിന് വേണ്ട പരിശുദ്ധാത്മ അഭിഷേകം തന്ന് നിങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധമേ നമുക്ക് ചേർത്ത് പിടിക്കാം. അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് കൊടുക്കാം. നമുക്ക് അമ്മയോട് പറയാം, അമ്മേ ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണ്. ഞാൻ ഒന്ന് ഏറ്റു പറഞ്ഞേ, അമ്മേ ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണ്. അമ്മയെ ഞാൻ പൂർണ്ണമായും അങ്ങയുടേതാണ്. അമ്മയെ ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണ്. അമ്മയെ ഞാൻ പൂർണ്ണമായും അങ്ങയുടേതാണ്.